ഇന്ന് രാവിലെ പത്രം വായിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ അക്കൗണ്ട്സിൽ, അതായത് 37,000 പേരെ ഇന്നലെ അദ്ദേഹത്തിന് രോഗികളാക്കാൻ കഴിഞ്ഞു, രോഗം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അതൊന്ന് റേസ് ചെയ്ത് അദ്ദേഹത്തിന് ധർമ്മടത്തിൽ കിട്ടിയൊരു ഭൂരിപക്ഷത്തിൻ്റെ ലെവലിലോ അല്ലെങ്കിൽ ശൈലജ ടീച്ചറിന് കിട്ടിയൊരു ഭൂരിപക്ഷത്തിൻ്റെ ലെവലിലോ എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം കേരള ചരിത്രത്തിൽ സ്ഥിരീകരിക്കപ്പെടും. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള അനുബന്ധമായിട്ടുള്ള ഒരുപാട് അനാവശ്യ പ്രക്രിയകളും ആരംഭിച്ചിട്ടുണ്ട്. 2 മാസ്ക് തന്നെ ധരിക്കണമെന്ന് അദ്ദേഹം കർശനമായിട്ട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അങ്ങനെ ധരിക്കാതിരിക്കാൻ പറ്റുമോ? അതല്ലയോ, അത് അന്തിമ വിധിയല്ലേ. അതുകൊണ്ട് ആളുകൾ ഭയന്ന് 2 മാസ്ക്, ഇനിയിപ്പോൾ നാളെ 3 മാസ്ക് കച്ചവടം ശരിക്കും ലാഭം ഉണ്ടാകുന്നൊരു കച്ചവടമാണെന്നറിയാം. അപ്പോൾ ആ കച്ചവടത്തിൻ്റെ ലാഭം അങ്ങനെ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് 2ഉം 3ഉം മാസ്കൊക്കെ ധരിക്കണം. പക്ഷേ അതിൻ്റെ സഫറർ, ദി ഫൈനൽ സഫറർ, ഹു ഈസ് ദി ഫൈനൽ സഫറർ എന്ന് പറയുന്നത് വേറൊരു പ്രശ്നമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു ക്ഷതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തകരാറുകൾ എന്നുള്ളത് നമ്മളിപ്പോഴറിയണമെന്നില്ല. 1.5 വർഷം 2 വർഷക്കാലം നമ്മൾ പറഞ്ഞില്ല. ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളത് ലോകത്ത് എവിടെയും പറയുന്നില്ല നിങ്ങൾ വീട്ടിനകത്ത് ഇതും കെട്ടിക്കൊണ്ടിരിക്കണമെന്ന്. ഒറ്റയ്ക്കിരിക്കുമ്പോഴത് കെട്ടിക്കൊണ്ടിരിക്കണമെന്ന് ആറ്റത്തും പറയുന്നില്ല. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന ഒറ്റയ്ക്കിരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പിന്നെ അദ്ദേഹം ഈ വൈകുന്നേരം ആളുകളോട് ഈ രോഗവിവരങ്ങളും മറ്റുള്ള ഭീഷണികളും പ്രയോഗിക്കുന്ന അവസരത്തിൽ മാത്രമേ അദ്ദേഹം ഇത് അഴിക്കുന്നുണ്ടാവുന്നുള്ളൂ. അല്ലാതെ കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം ഇതിങ്ങനെ ഉയർത്തിയിട്ട് ഒരുപിടി ഉരുള ഉള്ളിലോട്ട് വയ്ക്കും, പിന്നെ വീണ്ടും അടയ്ക്കും, അടച്ചിട്ട് വീണ്ടും ഒരു ഉരുള ഉള്ളിലേക്ക് വയ്ക്കും, അല്ലെങ്കിൽ ഒരു സ്പൂണിൽ വയ്ക്കും. അങ്ങനെ ആയിരിക്കും അദ്ദേഹം മിക്കവാറും ആഹാരം കഴിക്കാറുള്ളത്. അത്ര ശ്രദ്ധയോടും ശുഷ്കാന്തിയോടും കൂടിയുള്ള ഒരു രോഗപ്രതിരോധമാണ് അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ ഇതങ്ങനെ വ്യാപിക്കാൻ പാടില്ല. വളരെ മാരകമായ ഒരു മഹാമാരിയാണ്. 1 വർഷം ഈ മഹാമാരി വന്നിട്ട് ഒരാളെപ്പോലും ഈ മഹാമാരി മൂലമാണ് കൊന്നത് എന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രീയത അദ്ദേഹത്തിൻ്റെ കൈവശമില്ല. എന്നിട്ടും അദ്ദേഹം ഈ മഹാമാരിയെ പേടിച്ച് നമ്മളാരും പുറത്തിറങ്ങരുതെന്ന് പറയുന്നു. അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കട്ടെ. പറയുന്നുണ്ടല്ലോ, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുടരുന്നത് നിങ്ങൾ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അത് എല്ലാവരും പറയും. മുഴുവൻ കേരളവും പറയും, ഞങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, മാസ്ക് കച്ചവടത്തിൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ടെസ്റ്റ് കച്ചവടത്തിൽ നിന്ന് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി വരും. പറഞ്ഞത് നിങ്ങൾക്ക് നിയമസഭയിൽ കള്ളക്കണക്കല്ല നിങ്ങൾ അവതരിപ്പിക്കുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിയമസഭ കൂടുമ്പോൾ പ്രതിപക്ഷം വരുമ്പോഴത്തേക്ക് പ്രതിപക്ഷം ചോദിക്കും, നിങ്ങൾ ടെസ്റ്റ് കിറ്റ് എവിടെ നിന്നൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഗവൺമെൻറ് ICMR റിസീവ് ചെയ്തിട്ടുള്ള ഏത് റേറ്റിലാണ്, അല്ലാതെ നിങ്ങൾ പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് ടെസ്റ്റ് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ, എത്ര കോടിക്കണക്കിന് രൂപയുടെ ടെസ്റ്റ് കിറ്റുകൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ വേസ്റ്റായിട്ടുള്ളത് എത്ര, ഇതൊക്കെ നിയമസഭയിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഇപ്പം ചോദിച്ചില്ലെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞില്ലേ രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ വേറെ ഒന്നും ചോദിക്കാനില്ലാതെ വരുമ്പോൾ അവർക്ക് ഇതിലുള്ള താല്പര്യം കൊണ്ടല്ല, നിങ്ങളെ രാഷ്ട്രീയമായിട്ട് ഒന്ന് കോർണർ ചെയ്യണമെന്നുള്ള ഒരു ദുരുദ്ദേശം കൊണ്ട് മാത്രമായിരിക്കും ചോദിക്കുന്നത്. അല്ല, ജനങ്ങളോടുള്ള താല്പര്യം കൊണ്ടല്ല അവർ ചോദിക്കുന്നതെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് അതിൻ്റെ കണക്ക് പറയേണ്ടി വരും. ഈ കണക്ക് പറയാതെ ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല. ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര കോടി രൂപയുടെ ടെസ്റ്റുകൾ ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് പണം മുടക്കി വാങ്ങിയിട്ടുണ്ട്, ഇടനിലക്കാരൻ എന്ന നിലയിൽ ഇത് വാങ്ങിയിട്ട് നിങ്ങൾ എത്ര പേർക്ക് ഇത് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന് നിങ്ങൾ ആരെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ കണക്കുകൾ പുറത്തു വരും. അങ്ങനെയുള്ള പല ഇടനില ഇടപാടുകളുടെയും ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പല ഇടനില ഇടപാടുകളുടെയും കണക്കുകൾ പുറത്തു വന്ന് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന കണക്കുകൾ ഈ പറഞ്ഞില്ലേ ഈ മഹാമാരി കൊള്ള, ഈ മഹാമാരിയിൽ നിങ്ങൾ നടത്തിയ ലാഭക്കൊള്ളയുടെ കണക്കുകളാണ് പുറത്തു വരുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അതുകൊണ്ട് നിങ്ങളങ്ങ് ആത്യന്തികമായി ജയിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല.
ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് അത്ര അങ്ങോട്ട് ആളുകൾക്ക് ബോധിക്കുന്നില്ല എന്നൊക്കെ ആളുകൾ നടിക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ ആളുകളെ ഈ തീർച്ചയായിട്ടും ആളുകൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആളുകൾ ഭയപ്പെടാൻ തയ്യാറല്ല. ആളുകൾ കുറേയൊക്കെ ഇതിനെ നിസ്സാരമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വീട് അടച്ചിടുമെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ചത്തുപോകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അങ്ങനെ ചാവുന്നെങ്കിൽ ചാവട്ടെ എന്നൊക്കെയുള്ള തരത്തിൽ ജനങ്ങൾ ആ തരത്തിൽ ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ള ലക്ഷ്യം ഈ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ്റെ ജീവനോപാധികൾ നശിപ്പിച്ചുകൊണ്ട്, മനുഷ്യനെ കെട്ടിയിട്ടുകൊണ്ട്, അവനെ നിരാലംബനാക്കിയിട്ട്, അവൻ്റെ കണ്ണും കാതും എല്ലാം കുത്തിപ്പൊട്ടിച്ചുകൊണ്ട് അവനെ ഒരു ഭിക്ഷാടനത്തിൻ്റെ രൂപത്തിലാക്കി എടുത്ത് അവൻ്റെ വീട്ടിൽ കിറ്റ് കൊണ്ട് കൊടുക്കുക, അങ്ങനെ കൊടുക്കുന്ന ഒരു വലിയ ധർമ്മശാലിയാണ് നിങ്ങൾ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമം അത് അടുത്ത കാലത്ത് തന്നെ അത് പൊളിഞ്ഞു പോകും, ഉറപ്പാണ്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞില്ലേ, ഈ ഞാൻ ദിവസം അത് പറയുമ്പോഴത്തേക്ക് പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ബോധം എനിക്കൊന്നുമില്ല. ഓരോ ദിവസം പറയും തോറും എരിഞ്ഞു കയറുന്നത് അനീതിക്കെതിരെയുള്ള ഒരു രോഷത്തിൻ്റെ തീയാണ്, അഗ്നിയാണ്. അത് പറഞ്ഞില്ലേ, ഷെല്ലി ഓട്ട് ദി വെസ്റ്റ് വിൻഡ് പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരു ചെറിയ തീപ്പൊരിയായിരിക്കും. വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന പടിഞ്ഞാറൻ കാറ്റ്, ആ കാറ്റത്ത് ഈ തീപ്പൊരി അത് വ്യാപിക്കും. ആ വ്യാപനത്തിൽ ഈ പല കൊള്ളയുടെ ചതുരുപായങ്ങളും കത്തിത്തീർന്ന് വെളിച്ചപ്പെടേണ്ടത് എന്താണ് എന്നുള്ളത് വെളിച്ചപ്പെടുക തന്നെ ചെയ്യും. അത് ലോകത്തിൻ്റെ നിയമമാണ്, അത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറയുക എന്ന് പറയുന്ന ധർമ്മത്തിൽ നിന്ന് നിങ്ങളിത് ആവർത്തിക്കും തോറും ഇനി നാളെ നിങ്ങളത് 40,000 ആക്കിക്കൊള്ളൂ, 50,000 ആക്കിക്കൊള്ളൂ, അല്ലെങ്കിൽ 1,00,000 പേർക്ക് ദിവസം ഇവിടെ ഇത് ഉണ്ടെന്ന് നിങ്ങളാക്കിക്കൊള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു ചുക്കും ചെയ്യാനാവില്ല. നിങ്ങൾക്ക് കുറച്ച് നാൾ ജനങ്ങളെ ബന്ധനസ്ഥരാക്കാം, പട്ടിണിക്കിടാം, വിവശരാക്കാം, അവരുടെ ജീവന സാധ്യതകളെ ഇല്ലാതാക്കാം. അതിൻ്റെ ഒരു ക്രൗര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ അതിനപ്പുറം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ജനങ്ങൾ അതിജീവിക്കും. അതുകൊണ്ട് ജനങ്ങളുടെ ഈ പറഞ്ഞില്ല, ഇതുവരെയുള്ള നമ്മുടെ ചരിത്രത്തിൻ്റെ പ്രബുദ്ധതയെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ അക്രമം എന്ന് പറയുന്നതിന് വലിയ നിലനിൽപ്പൊന്നുമില്ല. ഇത് ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്, ആവർത്തനമാണ്. നിങ്ങളിത് ആവർത്തിക്കുന്നുണ്ട്, ഞാനും ആവർത്തിക്കുന്നു. നിങ്ങൾ എത്ര കാലം വരെ ഇത് ആവർത്തിക്കുമോ, എത്ര കാലം വരെ നിങ്ങൾ ആവർത്തിക്കുമോ, അത് എൻ്റെ ആയുസ് അവസാനിക്കുന്നതും വരെ ഞാൻ അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും. പണ്ട് ഞാൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, ചുവരുകളിലും ചൂണ്ടുപലകളിലും എന്നും പറഞ്ഞ്. അതായത് എഴുതാൻ സ്ഥലമില്ലാത്തവർ ഈ മാധ്യമങ്ങൾ ആ തരത്തിൽ ഒരു തമസ്കരണത്തിൻ്റേതായ, വസ്തു തമസ്കരണത്തിൻ്റേതായ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് കാലം ആവശ്യപ്പെടുന്നത് അതിനെ തമസ്കരിക്കുമ്പോൾ, മാധ്യമവും ഭരണകൂടവും ഒന്നു ചേർന്ന് അതിനെ തമസ്കരിക്കുമ്പോൾ നമ്മൾ ചുവരുകളിലും ചൂണ്ടുപലകളിലും എഴുതി തുടങ്ങുമെന്നും പറഞ്ഞ് അത് മാതൃഭൂമി വാര്യം പതിപ്പിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു വരികയും ചെയ്തു. അങ്ങനെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു വന്നു. അത് വേറൊരു വൈരുദ്ധ്യമാണ്. അപ്പോൾ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പോൾ ഇത് പറയുന്നത് പറഞ്ഞില്ലേ, ഇത് ചുവരുകളിലും ചൂണ്ടുപലകളിലും ആദ്യം എഴുതപ്പെടും, പിന്നീട് അത് ജനമധ്യത്തിൽ യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കപ്പെടും. അപ്പം അതിൽ ഇന്നത്തെ വാർത്തയിൽ ഈ പറഞ്ഞില്ലേ, നിങ്ങളുടെ സ്കോർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. 37 ഉണ്ട്. എന്നിട്ടും 24%, ഇടയ്ക്ക് 27% വരെയൊക്കെ പോയതാണ് പോസിറ്റിവിറ്റി. ഇന്നലെ 2,41,000 പേര് പരിശോധിച്ചു. രോഗമുക്തരെ പറ്റി ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പം തന്നെ ഒരു ചെറിയ കോളത്തിൽ ഈ ഇത്രയും വലിയ സംഭവം ഇവിടെ നടക്കുമ്പോൾ ദിവസം 37,000 പേര് രോഗികളായിരിക്കുന്നു എന്നുള്ളൊരു മഹാസംഭവം ഇവിടെ നടക്കുമ്പോൾ മാതൃഭൂമിയിൽ ഒരു ചെറിയ കോളത്തിൽ ഇങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മനോരമ വേറൊരു പത്രമാണ്, അതിലും അത്യാവശ്യം വേണ്ട, ദേശാഭിമാനിയിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. ഇത് അപ്പോൾ അത്ര ഒരു വാർത്താ പ്രാധാന്യം അതിന് കുറഞ്ഞു തുടങ്ങി. അപ്പം നിങ്ങൾ വൈകുന്നേരം വന്നിരുന്ന് ഇതിനു വേണ്ടിയൊന്നും പറഞ്ഞ് പ്രസ് കോൺഫറൻസ് നടത്തേണ്ട കാര്യമില്ല.
ആകെ 3 വരിയെ പത്രങ്ങൾ കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേറെ ചില തമാശകൾ ഒരുപാട് പറയാനുണ്ട് ഈ സമകാലീന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. തമാശകളല്ല, അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ആ അബദ്ധങ്ങൾ നിങ്ങൾ വന്നിരുന്നുണ്ട് പറഞ്ഞോളൂ, അതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അബദ്ധങ്ങൾ പറയാൻ വേണ്ടി 1 മണിക്കൂർ നീക്കി വയ്ക്കുന്ന, ഇപ്പോൾ ഒരു കാവൽ മന്ത്രിസഭയിലെ കാവൽക്കാരൻ വന്നിരുന്ന് ഇങ്ങനെ സമയം ദുർവിനിയോഗം ചെയ്യുന്നു. ആളുകൾ നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യുന്നു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് പരസ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും പൊതുഖജനാവിൽ നിന്ന് എത്ര കോടികളുടെ ശതകോടികളുടെ പരസ്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാധ്യത അവർക്ക് നിങ്ങളോടുണ്ട്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോട് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ഇത് വായും പൊളിച്ചിങ്ങനെ ഇരുന്ന് തരും. അവിടുന്ന് പറയുന്നത് പോലെ തന്നെ എന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ റിപ്പോർട്ടർമാരും ഉണ്ടാകും. അതായത് പറഞ്ഞില്ലേ, ഒരു രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രം നൽകുകയല്ല മാധ്യമത്തിൻ്റെ ധർമ്മം. മാധ്യമത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇപ്പോൾ ഈ പത്രത്തിൽ അച്ചടിച്ചു വന്ന് കണ്ടത്, നിങ്ങൾ ഒരു മനുഷ്യൻ വഴിയെ പോയൊരു വഴിപോക്കനെ പിടിച്ച് ടെസ്റ്റിന് വിധേയനാക്കി, അയാൾ പോസിറ്റീവാണെന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ ജീവിച്ചു പോകുന്നൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അയാൾ പോസിറ്റീവാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അയാളത് സമ്മതിച്ചു എന്ന് വേണം കരുതേണ്ടത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കുന്നു. അങ്ങനെ സമ്മതിച്ച് പോസിറ്റീവാണെന്ന് വിശ്വസിച്ച് അദ്ദേഹം വീട്ടിൽ പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആധി ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് പലതരം ബുദ്ധിമുട്ടുകളുണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. ചിലപ്പോൾ ശ്വാസം മുട്ടൊക്കെ വരും. വെറുതെ ഇരിക്കുന്ന ആൾ പോസിറ്റീവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കൂടെ ആളുകളെ ഉപദ്രവിച്ചാൽ അതൊക്കെ വരും. എന്നിട്ട് അയാൾ വല്ലാത്തൊരു പാരവശ്യത്തിൽ പുറത്തിറങ്ങി, അയാൾക്കറിയാവുന്ന ഇവിടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ആകെയുള്ളൊരു ആശുപത്രി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ ചെല്ലാൻ അയാൾക്ക് പേടിയുള്ളതുകൊണ്ടായിരിക്കും, ഡയറക്റ്റായിട്ട് അവിടെ ചെല്ലാൻ പേടിയുള്ളതുകൊണ്ടായിരിക്കും അയാൾ ഈ ആശുപത്രികളിൽ, പല പ്രൈവറ്റ് ആശുപത്രികളിലും ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ അദ്ദേഹം പോയെന്നാണ് പത്ര റിപ്പോർട്ട് പറയുന്നത്. ശരിയോ തെറ്റോ, ഇത് കൊല്ലത്ത് തന്നെയാണ് സംഭവമാണ്. എന്നിട്ട് അവരെല്ലാം പറഞ്ഞ് വേണ്ട, നിങ്ങൾ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അയാളിപ്പോൾ ഇവിടെ വീട്ടിലാണോ തെരുവിലാണോ എന്ന് ഈ പത്ര റിപ്പോർട്ടർ വ്യക്തമാക്കുന്നില്ല. ചുരുക്കത്തിൽ അയാൾ സ്ഥലമില്ലാത്ത ഒരാളായിട്ട് മാറുകയാണ്. എന്നുവെച്ചാൽ അയാളുടെ വീട് അയാളുടെ സ്ഥലമല്ല എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായി കൊടുത്തു. പിന്നീട് അയാളുടെ സ്ഥലം എന്ന് പറയുന്നത് ഒരു ആതുര ശുശ്രൂഷാ കേന്ദ്രമാണ് എന്നൊരു ബോധ്യവും അയാൾക്കുണ്ടായി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം, അയാളുടെ സ്ഥലം ഏതാണ് എന്നുള്ളതാണ്. ആ ഒരു അനിശ്ചിതത്വമാണ്. ഇപ്പോൾ MDയുടെ ഒരു കഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം എന്ന് പറയുന്നത് എനിക്കൊരു സ്ഥലം വേണം എന്നുള്ളതാണ്. അതായത് സ്വസ്ഥമായിട്ട് എനിക്ക് എൻ്റെ മനസ്സ് ഇറക്കി വയ്ക്കാനൊരു സ്ഥലം വേണം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഒരാളെ നിങ്ങൾ പോസിറ്റീവാക്കിയതിന് ശേഷം അതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഒരു മനുഷ്യജീവിയാണ് അയാൾ, അവിടെയും ഇവിടെയും ഇല്ലാതെ അങ്ങനെ അലയുന്നു എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ ഈ പറഞ്ഞില്ലേ, ഈ നമ്പൂതിരിമാർ ആ അമ്മാത്തുനിന്നും ഇല്ലത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോയി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ എവിടെ നിന്ന് അറിയാൻ വയ്യാതെ വരുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഈ ഫലിതമൊന്നുമല്ല ഇത്. ഒരാൾക്ക് ഞാൻ എവിടെയാണ് ഞാൻ നിൽക്കേണ്ടത്, എൻ്റെ വീട്ടിലാണോ ആശുപത്രിയിലാണോ തെരുവിലാണോ, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി പത്ര റിപ്പോർട്ടിലുണ്ട്. അത് നിങ്ങളുടെ ഭരണത്തിൻ്റെ നിങ്ങൾ ജനങ്ങളെ മുഴുവനും നെഞ്ചോടിങ്ങനെ അമർത്തി പിടിക്കുമ്പോഴത്തേക്ക്, ആശ്ലേഷിച്ച് പിടിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഊർന്നു പോകുന്ന ഒരു വിലാപമാണ് ഈ മനുഷ്യൻ. നിങ്ങൾ ഈ മനുഷ്യൻ്റെ ധർമ്മസങ്കടവും നിങ്ങളുടെ അവസ്ഥയായിട്ട് നിങ്ങളത് താരതമ്യം ചെയ്തു പോകും. ഇത് ഇന്നത്തെ പത്രത്തിലുള്ള കാര്യമാണ്. ഈ മനുഷ്യൻ്റെ പേര് പിണറായി വിജയൻ എന്നായിരുന്നുവെങ്കിൽ, അയാൾ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ, അയാൾ പോസിറ്റീവാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ
എന്താ ചെയ്യുക? അയാളെ അയാളുടെ പരിവാരം തന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകും. അയാൾക്ക് ആശുപത്രി സ്ഥാനമുണ്ട്. കാര്യം ചെയ്യാൻ ഒരു രോഗലക്ഷണവും ഇല്ല, പോസിറ്റീവാണ്. നിങ്ങൾ ആശുപത്രി കിടക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു ആരോഗ്യശാസ്ത്ര വിഭാഗം ഇവിടെ ഇല്ല. നിങ്ങളോട് പറയുകയില്ല ആശുപത്രി നിങ്ങൾ കിടക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ പോയാൽ മതി. പക്ഷേ നിങ്ങൾ ഒരു ഫാൾസ് പോസിറ്റീവ് ഈ ഒരു കാപട്യം ഇവിടെ നടത്തി. നിങ്ങളൊരു പോസിറ്റീവ് ടെസ്റ്റിലൊരു പോസിറ്റീവ് ആണെന്ന് തെളിഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോയി പൂജിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു സാധാരണ പൗരൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് ആയാലും അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറല്ല. അതിനു വേണ്ടിയുള്ളൊരു ഗൗരവം അതിനില്ല. ഗൗരവം അതിനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കും. പക്ഷേ ഗൗരവമില്ലെങ്കിൽ ഈ പാവപ്പെട്ടവൻ പേടിച്ചു പോയി. കാര്യം നിങ്ങൾക്കുണ്ടാകുന്ന തരത്തിലുള്ളൊരു ആത്മവിശ്വാസം അയാൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ പരിചാരകരും അനുചര വൃന്ദവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞില്ലേ, ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ഏത് വലിയ ആശുപത്രിയിലോട്ട് വേണമെങ്കിലും പോകാം. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവാണെന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആശുപത്രി കിടത്തിയെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാം ഒപ്പം നിങ്ങൾ കഴിയുകയും നിങ്ങൾ അവരോടൊപ്പം കാറിൽ സഞ്ചരിക്കുകയും വീട്ടിൽ പോവുകയും ചെയ്തു. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു പറഞ്ഞില്ലേ ഒരു പരിസരം എന്ന് പറയുന്നത്, നിങ്ങളിങ്ങനെ പറഞ്ഞില്ലേ ഈ വാങ്ങിച്ച ടെസ്റ്റുകൾ ചെലവഴിച്ച് തീർക്കാൻ വേണ്ടി ആളുകളെ പോസിറ്റീവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അവസ്ഥ, ഒരു ആത്മവിശ്വാസത്തിൻ്റെ അവസ്ഥ ഇവിടുത്തെ ഒരു സാധാരണ പൗരന് കൂടി കിട്ടിയിരുന്നെങ്കിൽ സുഹൃത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതല്ല അവസ്ഥ. ഒരു സാധാരണ പൗരന് ആ സുരക്ഷിതത്വ ബോധമില്ല. നിങ്ങളുടെ ഈ ഒരു ടെസ്റ്റിൻ്റെ ലക്ഷ്യം എന്താണ്? സുരക്ഷിതത്വ ബോധം ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മാസ്ക് കെട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സുരക്ഷിതത്വം, നിങ്ങൾ സുരക്ഷിതനല്ല എന്നുള്ളതാണ്. കൂട്ടത്തോടെയുള്ള ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ എന്നുള്ളതിനെ നാട് നീളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും സുരക്ഷിതനാകുകയില്ല. സുരക്ഷിതത്വം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് ഒരു മനഃശാസ്ത്രപരമായിട്ട് തന്നെ കരുതുകയാണെങ്കിൽ അതൊരു ബോധമാണ്. ഞാൻ സുരക്ഷിതനാണ് എന്നുള്ളൊരു ബോധമാണ്. ആ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന ദുർഘടങ്ങളെ മറികടന്നു പോകാനുള്ള നമ്മുടെ കഴിവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫ്രോയിഡ് ഒരു കക്ഷിയുടെ ഒരു മനഃശാസ്ത്രപരമായ അപഗ്രഥനം നടത്തുമ്പോഴത്തേക്ക് അയാൾ ഓഫീസിൽ പോകാൻ തയ്യാറല്ല. അതിനയാൾ പറയുന്നത് ഒരു ഫാൾസ് റീസണാണ് അയാൾ പറയുന്ന. അവസാനം ഫ്രോയിഡ് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ റോഡിലിറങ്ങിയാൽ എന്നെ വാഹനങ്ങൾ വന്നിടിക്കും? ശരിയാണ് അയാൾ പറയുന്നത്. വാഹന തിരക്കുള്ള വീഥികളിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ആ കൊച്ചു കുട്ടികളെ നമുക്ക് ഈ വാഹന തിരക്കിനിടയിലൂടെ വിടാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ വാഹന തിരക്കുള്ള വീതിയിലൂടെ നമ്മൾ കാൽനടയായിട്ട് നടന്നു പോകും. പക്ഷേ ഇയാൾ പറയുന്നത് ഇയാൾ ഓഫീസിൽ പോകില്ല. കാര്യം വെച്ചാൽ ഞാൻ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ വാഹനം ഇടിക്കും. പിണറായി വിജയനും ഇപ്പോൾ അതാ പറയുന്നത്. നിങ്ങൾ 3 മാസ്ക് ധരിച്ചില്ലെങ്കിൽ നിങ്ങളെ വാഹനം ഇടിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു അരക്ഷിതാവസ്ഥയാണ് നമുക്കുള്ളത്. ഈ അരക്ഷിതാവസ്ഥയെ നേരിടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കരുതലുകൾ എടുക്കണം. 1.25 വർഷമായി നീണ്ടു നിൽക്കുന്ന അരക്ഷിതാവസ്ഥയുടെ കാവൽഭടനാണ്. എന്നും ഈ അരക്ഷിതാവസ്ഥ നിലനിൽക്കുമെന്നും കഴിയുമെങ്കിൽ ഈ മാസ്ക് നമ്മുടെ ഒരു അവയവമായി തീരണമെന്നുമാണ് ICMR പറയുന്നത്. ഒരു പടി കൂടെ കടന്നുകൊണ്ട്. കാര്യം കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ICMR എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം കൂടെ ഉള്ള കൂട്ടുകച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം, നിങ്ങളൊരു പോസിറ്റീവായി, അതായത് ടെസ്റ്റ് പോസിറ്റീവായി തെളിയിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരവും
സുഖ സൗകര്യങ്ങളും കുടുംബത്തിൻ്റെ പരിചരണവും മറ്റൊരു സാധാരണ മനുഷ്യന് നിഷേധിക്കപ്പെടുന്നു. ഇതാണ് ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ നീതിയിൽ സംഭവിക്കുന്ന അപഭംഗം. അപഭംഗം സംഭവിച്ച ഒരു സാമൂഹ്യ നീതിയാണ്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് നമുക്കറിയാം. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു MLA ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്താണ്, MLAക്ക് തന്നെ ഒരു പ്രൈവറ്റ് സ്റ്റാഫുണ്ട്, അതിൻ്റേതായിട്ടുള്ള സംവിധാനമുണ്ട്. മന്ത്രിയാണെങ്കിൽ പിന്നെ കാറുകളുടെ അകമ്പടി, പിന്നെ കഴിയുമെങ്കിൽ ഈ പറഞ്ഞില്ലേ താഴെക്കൂടെ സഞ്ചരിക്കുമ്പോൾ മുകളിൽ ഈ ഹെലികോപ്റ്ററിൻ്റേതായിട്ടുള്ള ഒരു സർവൈലൻസും കൂടെ ഈ ഇദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി വേണം എന്ന് പറയുന്നൊരവസ്ഥയിലാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സൗജന്യങ്ങളും അതും ഇതൊക്കെ നിങ്ങൾ ജനങ്ങളെന്ന് കൈപ്പറ്റുന്നുണ്ട്. സൗജന്യങ്ങളിൽ ജീവിക്കുന്ന ഒരു ഇത്തിൽക്കണ്ണി എന്ന് നമുക്ക് ഈ കാലത്ത് നമ്മളെ ഏത് ഭരണാധികാരി, നിങ്ങളെക്കുറിച്ച് പറയുന്നതല്ല, ഏത് ഭരണാധികാരിയെ അങ്ങനെ നിർവചിക്കത്തക്ക തരത്തിൽ ഖജനാവ് മിസ്യൂസ് ചെയ്യുന്ന, ദുരുപയോഗം ചെയ്യുന്ന ഒരു മനുഷ്യ അവതാരത്തെയാണ് നമ്മൾ ഇക്കാലത്ത് മന്ത്രി എന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ഈ ആർഭാടങ്ങളുടെ ആവശ്യമുണ്ട്. ഇപ്പം തന്നെ പറഞ്ഞില്ലേ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ശമ്പളം വെച്ചാൽ ഇതൊരു പറഞ്ഞില്ലേ PSC വഴിയൊന്നും അല്ല പേഴ്സണൽ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്കൽ അലീജിയൻസിൻ്റെ പേരിൽ 5 വർഷം ഇരിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു പാരിതോഷികം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ്സൊക്കെ പൂർവ്വകാല പ്രാബല്യത്തോടെ അതിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് ഒരു പെൻഷൻ കിട്ടത്തക്ക തരത്തിൽ അതിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവുകളൊക്കെ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അതിക്രമം എന്ന് പറയുന്നത് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തെരുവിലൂടെ പോകുന്ന മനുഷ്യൻ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നീ അനുഭവിച്ച സുഖസൗഖ്യങ്ങൾ ഒരു പോസിറ്റീവായതിൻ്റെ പേരിൽ നിനക്ക് കിട്ടിയ വിശ്രമവും സുഖസൗകര്യങ്ങളും ആനുകൂല്യങ്ങളും എനിക്ക് നിഷേധിക്കുമ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ എന്ന് പറയുന്ന ചങ്ങമ്പുഴയുടെ ചോദ്യം അതൊരു ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ചോദ്യമാണ്, സമത്വനീതിയുടെ ചോദ്യമാണ്, തുല്യനീതിയുടെ ചോദ്യമാണ്. തുല്യത എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, രോഗം വരുമ്പോഴെങ്കിലും 2 പേർക്കും ഒരേ രോഗമാണ്, ഒരേ പോസിറ്റിവിറ്റിയാണെന്ന് പറയുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയുടെ ഒരാളിന് അയാൾക്ക് യാതൊരു രോഗലക്ഷണങ്ങളും അങ്കലാപ്പും ഇല്ലെങ്കിൽ പോലും അയാൾക്ക് ആശുപത്രി പരിരക്ഷ കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് അയാൾക്ക് 14 ദിവസം അയാളുടെ വീട്ടിലോ എവിടെയെങ്കിലും പോയി റെസ്റ്റ് ചെയ്യാൻ ഉള്ള അനുമതി കൊടുക്കുകയും അതിനുശേഷം പിന്നെ അദ്ദേഹം നാട് നീളെ നടന്ന് ഈ ആളുകളെ മുഴുവൻ ഈ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഈ വാഗ്വിലാസം കൊണ്ട് പരിഭ്രമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു പരാതിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊരു വളരെ നിങ്ങൾക്ക് വളരെ ഒരു നേർത്ത കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇതിനുള്ളിൽ കടന്നിരിക്കുന്ന കടുത്ത അനീതിയുടേതായിട്ടുള്ള ഒരു വാൾമുന നിങ്ങൾ കാണണം. അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നെഞ്ചു കീറുന്ന ഒരു വാൾമുനയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളൊരാളെ തികച്ചും അനാവശ്യമായിട്ട് അശാസ്ത്രീയമായിട്ട് പോസിറ്റീവാണെന്ന് പ്രഖ്യാപിച്ച് അയാളുടെ മനസ്സിൻ്റെ സ്വാസ്ഥ്യത്തെ കെടുത്തുന്നു. അയാൾക്ക് ഒരുപാട് പരിഭ്രമങ്ങളുണ്ടാകുന്നു. ആ പരിഭ്രമങ്ങളുടെ അസ്വസ്ഥത കാരണം അയാൾ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് അയാൾ പറയുന്നു. വീട്ടിലിരുന്നാൽ മതി ഉണ്ടായിരുന്നെങ്കിൽ രോഗലക്ഷണമില്ല, അയാൾ വീട്ടിലിരുന്നാൽ മതിയല്ലോ. നിങ്ങളിത് എന്തിനു ചെയ്യുന്നു? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാമോ? പിണറായി വിജയന് അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഈ പോസിറ്റിവിറ്റിയുള്ള എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പരിരക്ഷയാണ് കിട്ടുന്നത്, തുല്യനീതിയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. അത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ലോകത്ത് അടുത്ത കാലങ്ങളിൽ ഈ പറയണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അവകാശബോധത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് 20-ാം നൂറ്റാണ്ട് വന്നു. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ അനീതിയുടെ ഒരു കാലം രൂപപ്പെടുത്തുന്നതിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക്
നിർണായകമായ പങ്കുണ്ട്. ഇത്രയും പറഞ്ഞില്ലേ, മനുഷ്യത്വരഹിതവും നീതിരഹിതവുമായ ഒരു ജീവിത സംവിധാനത്തിൽ ജനങ്ങളെ അകപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായ പങ്കുണ്ട്. അതാണ് എനിക്ക് എൻ്റെ പ്രാരംഭത്തിൽ ഒരു ചെറിയ ഉദാഹരണമാണെങ്കിലും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളാണ് ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ്, അപ്പോൾ അതിൽ അവർ ചില കണക്കുകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ആ കണക്കുകളിൽ ഒന്ന് എന്ന് പറയുന്നത് കോവിഡ് ടെസ്റ്റ് ടേക്കിംഗ് ഇൻ കൺട്രീസാണ്. ഓരോ രാജ്യത്തും കോവിഡ് ടെസ്റ്റ് എടുത്തതിൻ്റെ കണക്കുകളാണ് ഒന്നിൽ അത് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ടെസ്റ്റുകൾ എടുത്തിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണല്ലോ ഇത് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഈ ഒരു മഹാമാരിയുടേതായിട്ടുള്ള ഒരു വലിയ അപകടം വരുന്നെന്ന് പറയുകയും അതിനെതിരെ സമരം നടത്തുകയും അതിനെതിരെ ജനങ്ങളെ ഉപദ്രവിക്കുകയും കാര്യമായിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു നാട് US മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ അവരെ കൊല്ലാൻ വിട്ടുകൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റിടത്ത് അങ്ങനെയല്ല, പോലീസും പട്ടാളവും ചെന്ന് അവിടുന്ന് ആക്രമിക്കുന്ന ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ ആണ് ഏറ്റവും കൂടുതൽ. അതെന്താ, എനിക്ക് എൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 450 കോടിയോ 450 ലക്ഷം 450 ലക്ഷം പേർക്ക് നടത്തിയെന്നുള്ളതാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തിയത് നമ്മുടെ രാജ്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ US എന്ന് പറയുന്നൊരു ചെറിയ രാജ്യമാണ്. അല്ല, ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മളെക്കാളും ചെറിയ രാജ്യമാണ്. നമ്മൾ കുറച്ചുകൂടി ജനസംഖ്യ കൂടിയൊരു രാജ്യമാണ്. നമ്മളെക്കാളും ജനസംഖ്യ കൂടിയ രാജ്യമാണ് ചൈന. അവിടെ 160ആണ്, ഇവിടെ 293ആണ്. അപ്പോൾ ചൈന ഒരിക്കലും നമ്മളെക്കാളും സുരക്ഷിതമായ, ഇപ്പോൾ ടെസ്റ്റാണ് ഒരു മാനദണ്ഡമെന്നുണ്ടെങ്കിൽ ലോകത്ത് ടെസ്റ്റ് നടത്തിയതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ടെസ്റ്റ് നടത്തുമ്പോൾ ദിവസം 1.5 ലക്ഷം ടെസ്റ്റ് ഇവിടെ നടത്തുമ്പോൾ ഇതൊരു അസംബന്ധമാണ് എന്നുള്ളതിൻ്റെ തെളിവ് ലോകത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ എന്തുകൊണ്ട് അതിന് തൊട്ട് താഴത്ത് നിൽക്കുന്ന ചൈന, ഇപ്പോൾ ജനസംഖ്യയുടെ കണക്കാണ് പ്രധാനമെന്നുണ്ടെങ്കിൽ ശരി, ചൈനയുടെ കാര്യം പറയുന്നു, UK വരുന്നു, റഷ്യ വരുന്നു, ഫ്രാൻസ് വരുന്നു, അവിടത്തൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോൾ ഇറാനിൽ വരുമ്പോൾ 16, ചെക്കോസ്ലോവാക്യ വരുമ്പോൾ 18, കാനഡ വരുമ്പോൾ 31, ബ്രസീൽ വരുമ്പോൾ 46, സ്പെയിനിൽ 47, ടർക്കിയിൽ 47, ജർമ്മനിയിൽ 55, ഇറ്റലിയിൽ 59, ഫ്രാൻസിൽ 77, റഷ്യയിൽ 130, UK-യിൽ 156 ലക്ഷം ആയിരിക്കും എന്നാൽ എൻ്റെ ഒരു കണക്ക്. അവർ അതിനകത്ത് മില്യൺ എന്നായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നടത്തിയതിൽ രണ്ടാമത് നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ ഇപ്പോൾ US-ൽ നടത്തുന്ന ടെസ്റ്റുകൾ നമ്മളാരും കണക്കാക്കണ്ട. പിന്നെ ഈ പറഞ്ഞില്ലേ, UK ചൈനയ്ക്കും പിന്നിൽ 156 ടെസ്റ്റ് നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചൈന 160 ടെസ്റ്റ് നടത്തിയെന്ന് അവർ പറയുന്നു. അത് നമ്മുടെ ചങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ നല്ല വ്യാപാരവും വേറെ ഒരുപാട് കോൺസ്പിറസീസും നടക്കുന്നുണ്ട് ചൈനയിൽ. അപ്പോൾ അവിടെ 160ആണ്. അപ്പോൾ UK-യിൽ 156ആണ്, റഷ്യയിൽ 130ആണ്. പക്ഷേ ഇവിടെ എല്ലാം എന്താണ്, ഇപ്പോൾ ഇൻക്ലൂഡിങ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചത്തെ CDCയുടെ റിപ്പോർട്ട് നോക്കുമ്പോൾ US-ൽ ഈ കോവിഡ് ഉൾപ്പെടെയുള്ള മരണങ്ങൾ, അതായത് കോവിഡ് മറ്റു രോഗങ്ങളോടൊപ്പം കോവിഡും കൂടെയുള്ള മരണങ്ങളെ കോവിഡ് മരണങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുന്ന മരണങ്ങളുടെ എണ്ണം 568ആണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ 568 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ദിവസം എത്ര 3000-4000 പേര് മരിക്കുന്നുണ്ട്, 5000 പേര് വരെയൊക്കെ മരിക്കുന്നുണ്ട് ഇന്ത്യയിൽ.
പക്ഷേ യു എസിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് എടുത്ത് യു എസിൽ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 568 പേരെ മരിക്കുന്നുള്ളൂ. ബ്രിട്ടനിലൊക്കെ അത് 2ഉം 3ഉം ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകൾ കൂടുതലായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ആളുകൾക്ക് എവിടെയൊക്കെ ഇത് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ, ഈ മുഴുവൻ പറഞ്ഞില്ലേ, ഇപ്പോൾ യു എസിലുള്ള മുഴുവൻ ജനങ്ങളെയും പരിശോധിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അവിടെ ജനസംഖ്യയൊക്കെ കുറവാണ്, എന്നാലും അത് കഴിഞ്ഞു വന്നിരിക്കില്ല. അല്ലെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഇത് 3 സ്ഥാപനങ്ങൾ ചേർന്ന് ലോകത്ത് വ്യാപിപ്പിക്കുന്ന ഒരു ഡാറ്റയാണ്. ഇതിൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഒന്ന് മേയോ ക്ലിനിക്ക്. മേയോ ക്ലിനിക്ക് എന്ന് പറയുന്നത് വളരെ ദുരൂഹമായിട്ടുള്ള ചില പരിസരങ്ങളുള്ള ഒരു ആശുപത്രിയോടെയാണ്. വളരെ എക്സ്പെർട്ടായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആശുപത്രിയാണ്. അതേസമയം അതിൻ്റേതായ ഒരു വളരെ ഗോപ്യമായ രാഷ്ട്രീയ പരിസരം കൂടിയുണ്ട് മേയോ ക്ലിനിക്ക് എന്ന് പറയുന്നത്. അത് പറഞ്ഞില്ലേ, ഇപ്പോൾ പിണറായി വിജയനെ പോലെയുള്ള ഒരാൾ, ഹീസ് എ കമ്മ്യൂണിസ്റ്റ് ലീഡർ. അങ്ങനെ ഒരാൾ പണ്ടിപ്പോൾ സോവിയറ്റ് റഷ്യയിൽ അച്യുതമേനോൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെന്ന് അച്യുതമേനോനും കരുതുന്നതുകൊണ്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അല്ലെങ്കിൽ ഈസ്റ്റ് ജർമ്മനിയിൽ പോകും ചികിത്സയ്ക്കായിട്ട്. കിഴക്കൻ ജർമ്മനിയിൽ അച്യുതമേനോൻ്റെ നിലവാരത്തിലുള്ളവർ അങ്ങനെയാണ് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ യു എസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവിടുത്തെ ഒരു ഹിസ്റ്ററിയിൽ ഏറ്റവും ഈ ഇതായിട്ടുള്ള അവരെടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ CIA പ്രമാണികളെയും കുറേ ടീംസിനെയും ഒക്കെ അവരെങ്ങനെ എൻ്റർടൈൻ ചെയ്തുവെന്നും അവരെങ്ങനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയെന്നും നിങ്ങൾ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. മേയോ ക്ലിനിക്കിൻ്റെ ചരിത്രം അതാണ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ്. ഒന്ന് മേയോ ക്ലിനിക്കാണ്. പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ, പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും മാറില്ല. കാര്യം വെച്ചാൽ മേയോ ക്ലിനിക്ക് അങ്ങനെയാണ് പറയുന്നത്. മേയോ ക്ലിനിക്ക് എന്ന് പറയുന്നത് ഒന്നിൻ്റെ അതോറിറ്റി അല്ല, സഖാവെന്നറിയാതെ വീണ്ടും വിളിച്ചു പോവുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ അതോറിറ്റി അല്ല. പിന്നെ ഒന്ന് പറയുന്നത് CDC ആണ്. CDC എന്ന് പറയുന്നത് അടിമുടി കള്ളമാണ്. പിന്നെ WHO എന്ന് പറയുന്നത് അതൊരു സ്ഥാപനമല്ല, അത് CDCയുടെ പണം കൊടുത്ത് അല്ലെങ്കിൽ അമേരിക്കയുടെ പണം കൊണ്ട് ജീവിക്കുന്ന ഒരു പരാന്ന ജീവിയാണ്. അവിടെ കുറേ പേര് ആത്മാഭിമാനമില്ലാത്ത കുറേ പേര് അവിടെ, അതാണ് പറഞ്ഞത്, പണ്ട് സൂററ്റിൽ WHO ടീം വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 1994 അവർ പറഞ്ഞു CDCക്കാരെയും കൊണ്ട് വരരുത്, CDCയിലുള്ളവരെയും കൊണ്ട് വരരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് CDC ആണ്. അവരുടെ നേതൃത്വത്തിലുണ്ടായ കണക്കാണ്. ആ കണക്കനുസരിച്ച് ഇന്ത്യ 2ാം സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ ഇന്ത്യയുടെ അങ്ങോട്ട് താഴോട്ട് പോവുകയല്ലേ വേണ്ടത്. ഇന്ത്യയിൽ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിൽ 1.5 ലക്ഷം, അതായത് ഒരു അമേരിക്കൻ സ്റ്റേറ്റിൽ പോലും, ഇതിനേക്കാളും ജനബാഹുല്യമുള്ള ഒരു അമേരിക്കൻ സ്റ്റേറ്റിൽ പോലും അവർക്ക് 1.5 ലക്ഷം ഒന്നും ഒരു ദിവസം നടത്താൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇതിനേക്കാളും ഒരുപാട് അമ്യൂണിറ്റീസ് അവർക്കുണ്ട്. നമ്മളെക്കാളും ഈ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ് US എന്നാണ് പൊതുവെയുള്ള ധാരണ. അതല്ല, നമ്മളാണോ ഇനി ടെക്നിക്കലി അഡ്വാൻസ്ഡ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ എല്ലാം വൈദ്യന്മാരാണ്, എല്ലാം ഈ പറഞ്ഞില്ലേ എക്സ്പെർട്ട്മാരാണ്. ഇവിടെ വിദഗ്ധന്മാർ ആണ്. ഈ ജനസംഖ്യയിൽ ഇപ്പോൾ ജനസംഖ്യ 10,000 പേരുണ്ടെങ്കിൽ അതിൽ ഈ ഒരു വലിയ വിഭാഗം, ഒരു 80% വിദഗ്ധന്മാരാണ്. പിന്നെ 10% പേര് മാത്രമേ സാധാരണക്കാരായിട്ടുള്ളൂ. അങ്ങനെ വിദഗ്ധന്മാരുടെ ഒരു ലോകമായതുകൊണ്ട് ഇവിടുത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഇതൊരു മാനദണ്ഡമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ടെസ്റ്റ് വർദ്ധിക്കും തോറും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണല്ലോ സൗന്ദര്യം വർദ്ധിക്കേണ്ടത്. ലോകത്ത് 2ാം സ്ഥാനത്ത് സൗന്ദര്യം വർദ്ധിച്ച് രോഗരഹിതമായൊരു സമൂഹം ഉണ്ടായത്, പ്രൊട്ടക്ഷൻ കിട്ടേണ്ടതുമായിട്ടുള്ള സമൂഹം ഉണ്ടാകുന്നത് ഇന്ത്യയിലാണല്ലോ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ ഇത്രയും ഈ ടെസ്റ്റുകളൊക്കെ നടത്തി എല്ലാവരും ഒക്കെ രോഗമുക്തരാകുന്നവരുടെ കണക്ക് നമുക്കറിയില്ല. പണ്ട് മുതലേ ഇവിടെ വരുന്നുണ്ട്. രോഗമുക്തരായവർ പിന്നെ വീണ്ടും അത് വരണമെന്നില്ല, അത് വേറെ കാര്യത്തിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ എന്നിട്ടും നമുക്ക് 2 ഡോസ് വാക്സിനേഷൻ, ഇതൊക്കെ എന്താണ്? മനുഷ്യൻ്റെ ആരോഗ്യം അപകടത്തിലാണ് എന്ന ഒരു ഉൾഭീതി മനുഷ്യരിൽ നിറച്ചുകൊണ്ട് വൻതോതിൽ വിൽപ്പന നടക്കുകയാണ്. വാക്സിനാണ് അടുത്തത്. അതായത് 1 കോടി വാക്സിൻ കേരളം ഗവൺമെൻറ് വാങ്ങാൻ പോവുകയാണ്. അത് ആരിൽ നിന്നാണ് വാങ്ങുന്നത്? എന്ത് വില കൊടുത്താണ് വാങ്ങുന്നത്? അതിൻ്റെ ഇടനിലക്കാരാണ് ആരാണ് എന്നൊക്കെ വളരെ പ്രസക്തമായ ചോദ്യമായിട്ട് വരും.
നമ്മൾ കൺസ്യൂമേഴ്സാണ്, നമ്മളെല്ലാത്തിൻ്റെയും ഉപഭോക്താക്കളാണ്. ഞാൻ ഈ ഒരു കണക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വേറൊന്നും കൊണ്ടല്ല. ഇന്ത്യ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. പിന്നെന്താണ്, രോഗബാധയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത്. നമ്മുടെ പരീക്ഷണങ്ങളുടെ തോത് വർദ്ധിക്കുന്നത് അനുസരിച്ച് നമ്മുടെ ലോകത്തിൻ്റെ സ്ഥാനത്ത് 1ാം നിരയിലോട്ട് കയറി പോവുകയാണ്. പരീക്ഷണം കുറവായിരുന്നെങ്കിൽ ഇത്ര അപകടമൊന്നും ഉണ്ടല്ലായിരുന്ന ആളുകൾ കുറേ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കുമായിരുന്നു. അത്രേ പറയുന്നുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വെറുതെ ഫാൾസ് പോസിറ്റീവ് എന്നും പറഞ്ഞ് കുറേ പോസിറ്റീവിൻ്റെ കണക്കുണ്ടാക്കി ആളുകളെ ശ്വാസം മുട്ടിച്ച് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഫാൾസ് പോസിറ്റീവ് ആണേ അതുകൊണ്ട് എന്നെ ആശുപത്രിയിൽ എടുക്കണേ എന്ന് പറഞ്ഞ് ചെല്ലുന്ന ആളുകളാണ്. ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ജനതയെ ഈ തരത്തിൽ ഫാൾസ് പോസിറ്റീവ് കൊണ്ട് ഉപദ്രവിച്ച് ഇല്ലായ്മ ചെയ്ത് അവരെ ചൂഷണം ചെയ്ത് അവരുടെ രക്തപാനം ചെയ്യുന്ന രക്തദാഹികളുടേതായൊരു നേതൃത്വമാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത്. ആ രക്തദാഹത്തിൻ്റേതായിട്ടുള്ള പ്രവണതകൾ നമ്മൾ കേരളത്തിലും കാണുന്നുണ്ട്. ലാഭം എന്നുള്ളതിന് എന്താ പറയുക, കൊലപാതകം ഒരു ലാഭകരമായ വ്യവസായമായി തീരുന്നു. ഇപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കൊട്ടേഷൻ ഗൂണ്ട എന്ന് പറയുന്നത് കൊലപാതകം ചെയ്യുന്നത് അയാൾക്ക് കുറച്ച് പണം കിട്ടുന്നു, ജീവിക്കണം, എവിടെയെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ പകൽ വെളിച്ചത്തിലൊന്നും മാന്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ കൊലപാതകം ലാഭകരമായൊരു വ്യവസായമായി തീരുകയും എന്നിട്ട് ഈ കൊലപാതകം ചെയ്യുന്ന ആൾ സമൂഹത്തിൽ ശ്രേഷ്ഠനായി അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ പറ്റി പറഞ്ഞാലും ദാവൂദ് ഇബ്രാഹിം ഒരുപാട് പേരുടെ ദൈവമാണ്, കാണപ്പെട്ട ദൈവമാണ്, ശ്രേഷ്ഠനാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതുപോലെ എന്നാൽ പോലും അയാൾക്കൊരു സ്റ്റിഗ്മയുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾ എത്ര പേരുടെ മരണത്തിന് കാരണമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ തിട്ടമില്ല. അതായത് സാമാന്യം ആരോഗ്യമുള്ള ഒരു ജനതയെ ഈ അനാരോഗ്യത്തിലേക്ക് തള്ളിവിടുകയും ഉത്കണ്ഠയിലേക്കും ഭയത്തിൻ്റെ മാനസികാവസ്ഥയിലേക്കും തള്ളിവിടുകയും ആ തരത്തിൽ കൊലപാതകത്തിൻ്റെ വക്കിൽ കൊണ്ടെത്തിക്കുകയും അല്ലെങ്കിൽ ഒരു കൊലപാതകം തന്നെ നിങ്ങൾ നടത്തി തീർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു അനാഥ മരണം, ഒരു കോവിഡ് മരിച്ച് ഒരു സ്ത്രീ മരിച്ചു എന്ന് പറയുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക്, അവരുടെ യഥാർത്ഥ രോഗം എന്താണെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം വെട്ടേറ്റ് അവരുടെ ഭർത്താവും കൂടെ മരിക്കുന്നതായിട്ട് കാണും. ഇപ്പോൾ വെട്ടേറ്റ് മരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഈ കോവിഡ് പിടിച്ച് മരിച്ച ആളിൻ്റെ ഭാര്യ വെട്ടേറ്റ് മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹസ് ബിക്കം, നമ്മൾ ഈ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുസൂറിൻ്റെയൊക്കെ ഇതിൽ പറയണമെങ്കിൽ ഇറ്റ്സ് എ സൈൻ. നമുക്കൊരു സൈനിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് എന്ന് പറയുന്നത് കൊലപാതകം എന്ന് പറയുന്നതിൻ്റെ ഒരു സൈനായിട്ട് മാറുകയാണ്. അത് മരണത്തിൻ്റെ സൈനല്ല, രോഗത്തിൻ്റെ സൈനല്ല, കൊലപാതകത്തിൻ്റെ സൈനാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വി ഡു ഇറ്റ് ഡെലിബറേറ്റ്ലി ജസ്റ്റ് ഹാം പീപ്പിൾ. മനുഷ്യരെ ഉപദ്രവിക്കുവാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് അതിനെ നമുക്കൊരു കൊലപാതകത്തിൻ്റെ ചിഹ്നമായിട്ടേ കാണാൻ പറ്റും. അപ്പോൾ ഈ കോവിഡ് എന്ന് പറയുന്ന, കോവിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൊലപാതകത്തിൻ്റെ സൈനാണ്, അതിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ എന്താണ് ഈ കോവിഡ് അല്ലെങ്കിൽ ഒരു കോവിഡ് ടെസ്റ്റ് സിഗ്നിഫൈ ചെയ്യുന്നത്? അതിൻ്റെ സിഗ്നിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊലപാതകം എന്നാണ് അർത്ഥം. കൊലപാതകം എന്ന് മാത്രമല്ല, അതിനൊരു സെക്കൻഡറി സിഗ്നിഫിക്കേഷൻ ഉണ്ട്. ആ സിഗ്നിഫിക്കേഷൻ ലാഭാധിഷ്ഠിത വ്യവസായം എന്നുകൂടെയാണ്. അങ്ങനെ കൊലപാതകം ഒരു വ്യവസായമായി ഉയർത്തിക്കൊണ്ടുവരികയും കൊലപാതകത്തിൻ്റെ തിരശീലയ്ക്ക് മറവിൽ നിന്നുകൊണ്ട് ഈ കേരളത്തെ മുഴുവൻ മാറോടടക്കി പിടിച്ച് സ്നേഹപൂർവ്വം പരിലാളനം ചെയ്യുന്ന, ഒരു പ്രളയം വന്നാലും ഒരു നിപ്പ വന്നാലും എല്ലാം ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്ന ഈ കേരളത്തിന് വേണ്ടി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധിപൻ കൂടി നമുക്കുണ്ട്. അപ്പോൾ കൊലപാതകം ഒരു ലാഭകരമായ വ്യവസായമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക്
ജനങ്ങളെ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടി പാടുപെടുന്ന ഒരു ഭരണാധികാരി നമുക്കുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. അതിൽ അദ്ദേഹം വിജയിക്കില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ ആളെ അങ്ങനെ കൊല്ലാൻ പറ്റുകയില്ല എന്ന് അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആരോടായാലും, അതിപ്പോൾ ഞാൻ പിണറായി വിജയനോട് പറയുന്ന കാര്യമില്ല, പിണറായി വിജയൻ അങ്ങനെ ചെയ്യുന്നു ഞാൻ ആരോപിക്കുന്നുമില്ല. പക്ഷേ ഈ കൊലപാതകം ഒരു ലാഭകരമായ, അതായത് നിങ്ങൾക്ക് ലാഭം വേണം, അപ്പോൾ ലാഭം വേണമെപ്പോഴത്തേക്ക് കുറേ പേർക്ക് നഷ്ടം ഉണ്ടാകണം. ആ നഷ്ടം പറഞ്ഞില്ലേ, നിങ്ങളുടെ പോക്കറ്റ് വലിച്ചു കയറി നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കാം, നിങ്ങളുടെ വീട്ടിൽ പൂട്ടിയിട്ട് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കാം, നിങ്ങളുടെ വായും മൂക്കും മൂടിക്കെട്ടി നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കാം. അതൊക്കെ ഒരു തരത്തിൽ കൊലപാതകത്തിൻ്റെ അടുത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും ജീവൻ്റെ പരുങ്ങലും ഉണ്ടാക്കാമെങ്കിലും ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു കൊലപാതകം അത് മറ്റൊന്നാണ്. ഇതിൻ്റെയൊക്കെ ഉൽപ്പന്നമായി ഉണ്ടായി വരുന്ന ഒരു കൊലപാതകം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഒരു ലാഭകരമായ വ്യവസായമാണ്. കാരണം ഞാൻ ഇത്രയും ടെസ്റ്റുകൾ, ഇത്രയും കോടികളുടെ ടെസ്റ്റുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇവരുടെയൊക്കെ മേൽ പരീക്ഷിക്കുമ്പോൾ ഈ തരത്തിൽ നിങ്ങളുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരാൾ വെട്ടേറ്റ് മരിച്ചു കിടക്കുകയും മറ്റൊരാൾ കോവിഡ് മരിച്ചു കിടക്കുകയും അതൊരു ഭാര്യയും ഭർത്താവുമായിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വി ഷുഡ് ഹാവ് എൻ ഇൻവെസ്റ്റിഗേഷൻ. ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരും. എന്താണ് കോവിഡും ഈ മുറിവേറ്റ ശരീരവും തമ്മിലുള്ള ബന്ധം? എന്തിന് അയാളെ മുറിപ്പെടുത്തുകയോ വേറൊരാളെ അയാളെ മുറിപ്പെടുത്തുകയോ ചെയ്യണം? ഈ കോവിഡ് മരണത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതിനെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം. പക്ഷേ ഇവിടെ നമുക്കുള്ള താല്പര്യം അതല്ല. സാധാരണഗതിയിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് പത്രക്കാരെല്ലാം കൂടെ എഴുതും എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ കോവിഡ് മരണം വളരെ സ്വാഭാവികമായിട്ടും അത് കോവിഡ് കൊണ്ട് തന്നെയാണ് മരിച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ പ്രഥമധർമ്മം. എന്നുവെച്ചാൽ അതിൻ്റെ കോവിഡിൻ്റെ അക്കൗണ്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യും. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരിസരം അതെന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു കടലാസ് എടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇതാണ്. ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞില്ലേ ടെസ്റ്റുകൾ കൊണ്ട് നിങ്ങൾക്ക്, ടെസ്റ്റുകളുടെ എണ്ണം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്ക് അത് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. രോഗത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ച് വന്നതോടുകൂടി ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതല്ലേ വസ്തുത? അല്ലെന്ന് പറയാമോ? കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സ്ഥിരപ്രജ്ഞയുള്ള ഏതെങ്കിലും ഒരാൾക്ക് ടെസ്റ്റുകളുടെ എണ്ണം ക്രമാതീതമായി അയുക്തികമായി നമ്മുടെ സമൂഹത്തിൻ്റെ ഓരോ സ്ട്രാറ്റയും എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിൻ്റെ നില എന്താണ്, അതിൻ്റെ ഓരോ ലെയറും എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയോടുകൂടിയാണോ ഈ പരീക്ഷണം അങ്ങോട്ട് ടെസ്റ്റുകൾ ഇടിച്ചു കയറ്റിയത്? അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 1ാം സ്ഥാനത്തെത്തി. ഭരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്, ലോകത്ത് നമ്മൾ 1ാം സ്ഥാനത്താണ്. എല്ലാ രാഷ്ട്രങ്ങളും നമ്മളെ സഹായിക്കാൻ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞില്ലേ പണ്ട് നടത്തിയതിനേക്കാളും ഓരോ ദിവസവും കൂടുതൽ 10 ഇരട്ടി ടെസ്റ്റുകൾ നടത്തുന്നു കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിൽ പോലും. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളൊന്നും അത്ര ഒരു ലെവലിലോട്ട് പോകുന്നില്ല. കേരളം, എനിക്ക് മഹാരാഷ്ട്രയിൽ പോലും 1 ലക്ഷമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിൽ പോലും 1.5 ലക്ഷത്തിൻ്റേതായിട്ടുള്ള ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭാരതം എന്ന് കേട്ടാൽ നമ്മൾ അഭിമാനപൂരിതമാകുന്ന തരത്തിൽ നമ്മൾ ഒരു 1ാം സ്ഥാനം നേടിയെടുക്കുന്നത്. ആ ഭാരതത്തിൽ ഈ രോഗസ്ഥിതി വിവരക്കണക്കുകൾ വരുമ്പോൾ നമ്മൾ 2ാം സ്ഥാനത്ത് തന്നെ ഉണ്ട്. കൃത്യമായിട്ട് നമ്മളാണ് 2ാം സ്ഥാനത്ത്. ഒരു കൊച്ചു കേരളത്തിലെ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം, ആ കൊച്ചു സംസ്ഥാനം 2ാം സ്ഥാനം രോഗബാധയുടെ കാര്യത്തിൽ 2ാം സ്ഥാനം പിടിച്ചടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴും ഞാൻ കരുതുന്നില്ല, ഇതെല്ലാം കോവിഡ് മരണങ്ങളാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് എൻ്റെ ഒരു സാമാന്യമായൊരു ബോധത്തിൽ ഞാൻ പറയുന്നതാണ്. ഞാൻ ശാസ്ത്രജ്ഞനോ ഇതിൻ്റെ ഒരു ആധികാരികനോ ഒന്നുമല്ല. ഒരു സാമാന്യ ബുദ്ധിയുടെ വെളിച്ചത്തിൽ പറയുമ്പോൾ ഇന്നലെ ഇത്ര 48 പേര് മരിച്ചു എന്ന് പറഞ്ഞു.
ദിവസം 800 പേരല്ലെങ്കിലും ഇവിടെ മരിക്കുന്നുണ്ട്. ആ 800 പേര് മരിക്കുന്നതിൽ 48 പേരുടെ ഇതിൻ്റെ അക്കൗണ്ടിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിനൊക്കെ പ്രയോജനമുണ്ടായി. ഇത്രയും ടെസ്റ്റൊക്കെ വാങ്ങിക്കൂട്ടിയതുകൊണ്ട് പ്രയോജനമുണ്ടായി. ഇവിടെ ഇങ്ങനെ കോവിഡ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് പടർന്നുകൊണ്ടിരിക്കുക, ശ്വാസം മുട്ടൽ കൊണ്ട് ആളുകൾ മരിക്കുന്നുണ്ട്. ശ്വാസകോശ രോഗങ്ങൾക്ക് വർധനവുണ്ടായിട്ടുണ്ട്. ഈ 1 വർഷത്തിനുള്ളിൽ ശ്വാസകോശ രോഗങ്ങൾക്ക് ഇന്ത്യയിലാകെ വർധന ഉണ്ടായിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു. പക്ഷേ ഈ ശ്വാസകോശ രോഗങ്ങൾക്കെല്ലാം കാരണം എവിടെയോ കിടക്കുന്ന ഏതോനോ കണ്ടുവെന്നോ കണ്ടില്ലെന്നോ പറയുന്ന വൈറസ് അല്ല. വൈറസ് ഒന്നുമല്ല അതിന് കാരണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ തെരുവിലേക്ക് വലിച്ചെറിയുകയും അവർക്ക് ആശുപത്രിയിൽ ഇടം കിട്ടാതിരിക്കുകയും അവർ വഴിയെ കിടക്കുകയും ബെഡിൻ്റെ അടിയിൽ കിടക്കുകയും അവിടെ കിടന്നുള്ള ഇൻഫെക്ഷൻ മുഴുവൻ ഉണ്ടാകുകയും ആ തരത്തിൽ ഒരു കാരണവശാലും ഈ അൺഹൈജീനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും കിട്ടാത്ത ഒരു പരിസരത്തിലേക്ക് തള്ളി വീഴ്ത്തപ്പെടുന്ന അവർക്ക് സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടലിൻ്റെ രോഗമില്ലാത്ത ആൾക്കാരായ പോലും അവർക്ക് ശ്വാസം മുട്ടലുണ്ടാകുകയും ശ്വാസം മുട്ടലുണ്ടായിക്കഴിഞ്ഞാൽ ആ ശ്വാസം മുട്ടലിന് പൾമണറി ഡിസീസസിന് കൊടുക്കേണ്ടുന്ന ആ പരിചരണം കൊടുക്കുന്നതിന് പകരം ഉടനെ തന്നെ ഒരു ഓക്സിജൻ സിലിണ്ടർ എടുത്തുകൊണ്ട് വന്ന് ശ്വാസം മുട്ടലിന് കൊടുക്കാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ടേൺ ന്യൂമോണിയ ആകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പനിയും ശ്വാസം മുട്ടലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും അത് ന്യൂമോണിയ ആയിട്ട് മാറാം. അപ്പോൾ ന്യൂമോണിയയ്ക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാതെ അത് ആളിന് ഈ പറഞ്ഞില്ലേ ഇവിടെ വെൻറ്റിലേറ്റർ കിടപ്പുണ്ട്, അപ്പോൾ വെൻറ്റിലേറ്റർ ആൾ ക്യൂ ആയിട്ട് വന്ന് വരുന്നവരെല്ലാം അങ്ങോട്ട് തള്ളിക്കയറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഈ ആൾപ്പെരുപ്പത്തിൻ്റെ ഇടയിൽ ഡോക്ടർമാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആളുകൾ കിടന്ന് നിലവിളിക്കുകയാണ്, തള്ളിക്കയറുകയാണ്. ഡോക്ടർമാർക്കും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ 2ാം സ്ഥാനത്തെത്തിയത് കൊണ്ടാണ്. ടെസ്റ്റുകളുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്തെത്തി ഇത്രയും പേർക്ക് രോഗമുണ്ടെന്ന് വ്യാജമായിട്ട് നമ്മൾ വിധി എഴുതി ആളുകളെ അങ്ങോട്ട് തള്ളിക്കയറ്റിയത് കൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് വസ്തുതയാണ്. അതായത് ഇപ്പോൾ എൻ്റെ രക്തം കൊണ്ട് ഞാൻ എഴുതി വയ്ക്കാം ഇത് വസ്തുതയാണെന്ന്. വളരെ കൃത്രിമമായി സൃഷ്ടിച്ച കൊലപാതകങ്ങളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ പിന്തുണച്ചുകൊണ്ട് വീണ്ടും ടെസ്റ്റ് എന്ന് പറഞ്ഞ അവൻ്റെ ഈ പറഞ്ഞില്ലേ ലോകത്ത് CDCയിൽ നിന്നല്ലാതെ ടെസ്റ്റ് എന്നൊരാക്രോശം ഉണ്ടായിട്ടില്ല. അതിനെ പിന്തുടരാൻ പല ലോകരാജ്യങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മുടക്കി വെച്ചിട്ട് അവർ ടെസ്റ്റിൻ്റെ വഴിക്ക് പോയി. അവർ നോക്കിയപ്പോൾ ടെസ്റ്റ് നടത്തിയവർ എല്ലാം പോസിറ്റീവ് അല്ല, അവിടെ ഒന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു നിബന്ധന ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ അതിലൂടെ ഒരു പകർച്ചവ്യാധി നിങ്ങൾക്ക് തടയാൻ പറ്റും എന്ന ഒരു യുക്തി കൊണ്ടുവരുന്നത് CDCയും മേയോ ക്ലബും കൂടെയാണ്. എല്ലാ ലോകത്താരും പറഞ്ഞിട്ടില്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല. ലോകത്ത് പലയിടത്തും ഈ പറയുന്നതുപോലെ വൈദ്യശാസ്ത്രത്തെ ഗഹനമായി പഠിക്കുകയും നല്ല തരത്തിൽ ചികിത്സ നടത്തുകയും ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ഉണ്ട്. ആ രാജ്യങ്ങൾ ആരും പറഞ്ഞില്ല ഇങ്ങനെ ഒരു വൈറസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ടെസ്റ്റ് കഴിയുന്നത്രയും ആളുകളെ പരീക്ഷിക്കാൻ പറഞ്ഞില്ല. നമ്മൾ കഴിയുന്നത്ര കഴിയുന്നതിനും അപ്പുറമുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് നൽകി. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത്. പിന്നെ ഇതിനോടൊപ്പം വയ്ക്കാവുന്ന വേറൊരു കണക്ക് എന്ന് പറയുന്നത്, അതായത് കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ് എന്നുള്ള കണക്കാണ്. അതായത് വീട്ടിന് പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നവരുടെ ശതമാനമാണ്. മാസ്ക് വീട്ടിനകത്തിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും കുളിക്കുമ്പോഴുമൊക്കെ ധരിക്കുന്ന ഒരു ഭരണകർത്താവാണ് നമുക്കുള്ളത്. അദ്ദേഹം ഒന്നല്ല, അദ്ദേഹം N95 മാസ്കിൻ്റെ മുകളിൽ വേറൊരു മാസ്കും കൂടെ ധരിക്കണം. N95 മാസ്ക് തന്നെ ഭയങ്കരമായിട്ട് ഡിബേറ്റബിളായിട്ടുള്ള കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതൊക്കെ ഈ പറഞ്ഞില്ലേ, ഈ ആകെ മേയോ ക്ലബിൻ്റെയും CDCയുടെയും റിപ്പോർട്ട് മാത്രം വായിച്ചുകൊണ്ടിരുന്നത് ശരിയാവില്ല. ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകർത്താവ്, ഒരു വൈദ്യശാസ്ത്ര വകുപ്പ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതിനെപ്പറ്റി വരുന്ന പഠനങ്ങൾ വായിക്കണം. അപ്പോൾ ഇത് ഈ മാസ്ക് ധരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക്
വീട്ടിനകത്ത് ഇത് ആരും ധരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള ധാരണ. ആൾക്ക് ഭ്രാന്തൊന്നുമില്ല. ഈ ഒരു ഭരണാധികാരിക്ക് ഭ്രാന്ത് പിടിച്ചു, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് മാസ്ക് കൊണ്ട് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതല്ല, ജീവൻ അപകടത്തിലാക്കുക എന്നാണ് ആ സന്ദേശം. അപ്പോൾ മാസ്ക് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഫ്രീഡം ഉള്ള നമ്മുടെ ഒരു കുടുംബാംഗങ്ങൾ മാത്രമായിട്ട് നമ്മൾ അടച്ചു കെട്ടപ്പെട്ടൊരു ജീവിതമാണ് ഇപ്പോൾ നമ്മുടേത്. അപ്പോൾ അവിടെ നമ്മൾ യാതൊരു കാരണവശാലും നമ്മളിങ്ങനെ ഈ മാസ്ക് ധരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഔട്ട്സൈഡ് ടു ഹോം, വീട്ടിന് പുറത്ത് ഈ മാസ്ക് ധരിക്കുന്നതിൻ്റെ ശതമാനം, ആ ശതമാനത്തിൻ്റെ കണക്കുണ്ട്. അതിൽ വളരെ ഒരു സവിശേഷതയുണ്ട്. ഈ മാസ്ക്, അത് വീട്ടിന് പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നവരുടെ ശതമാനമാണ്. അതിൽ സിംഗപ്പൂർ 93% പേരും വീട്ടിന് പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കും. ഫിലിപ്പൈൻസ് 92%, ബ്രസീൽ 90%, UAE 89%, ഇന്ത്യ 88%, സ്പെയിൻ 87%, മെക്സിക്കോ 86%, ഹോങ്കോങ് 85%, തായ്ലൻഡ് 82%, ഇന്തോനേഷ്യ 80%, ഇറ്റലി 79%, സൗദി അറേബ്യ 79%, മലേഷ്യ 76%, വിയറ്റ്നാം 68%, ചൈന 67%, US 65%, ജർമ്മനി 63%, തായ്വാൻ 59%, ഫ്രാൻസ് 52%, UK 22%, ഓസ്ട്രേലിയ 12%, നോർവേ 3%, ഡെൻമാർക്ക് 1%, ഫിൻലൻഡ് 1%. അതായത് പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നവരുടെ ഈ കണക്ക് വരുമ്പോൾ ഇതിൽ ഞാൻ എണ്ണി പറയാം. ഇപ്പോൾ സ്പെയിൻ, അത് കഴിഞ്ഞ് ഇറ്റലി, അത് കഴിഞ്ഞ് US, ഫ്രാൻസ്, അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 24 രാജ്യങ്ങളുടെ കണക്കാണ് എടുത്തിരിക്കുന്നത്. പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നവരുടെ എണ്ണത്തെപ്പറ്റി 24 രാജ്യങ്ങളുടെ കണക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ 24 രാജ്യത്തിൽ വളരെ കൃത്യമായിട്ട് എണ്ണി പറയാം. അതായത് സ്പെയിൻ 1, ഇറ്റലി 2, US 3, ഫ്രാൻസ് 4, UK, യിൽ 22% പേരാണ് പുറത്തു പോകുമ്പോൾ ധരിക്കുന്നത്. 5, 24 5 രാജ്യങ്ങൾ ആണ് ഈ ശതമാനക്കണക്കിൽ വരുമ്പോഴത്തേക്ക്. അതിൽ ഏറ്റവും കുറവ് UK-യും ഫ്രാൻസുമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫ്രാൻസിൽ 52% പേര് പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നുണ്ട്. UK-യിൽ 22% പേര് ധരിക്കുന്നുണ്ട്. ബാക്കിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലല്ല ധരിക്കുന്നത്. ഇത് ഏഷ്യൻ രാജ്യങ്ങളിലും, ഏഷ്യൻ രാജ്യങ്ങളുടെ മാത്രം കണക്കാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കണക്ക് ഇതിനകത്തില്ല. ഏഷ്യൻ രാജ്യങ്ങളിലും ഈ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും ആണ് 24, 5, 19 രാജ്യങ്ങളിലും പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നത് അവർ മാത്രമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് ആസ് എ ഹോൾ ഹാസ് റിജക്റ്റഡ് മാസ്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുറത്തു പോകുമ്പോൾ ധരിക്കുന്നതാണ്, വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ ധരിക്കുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾ വീട്ടിനകത്തിരിക്കുമ്പോഴും ധരിക്കാൻ വെച്ചാൽ ആൾക്ക് ഇത് അറിയാം, ഇതങ്ങനെ ധരിക്കാനുള്ളതല്ല. പിന്നെ പുറത്ത് ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ ധരിക്കണം എന്ന ഒരു നിർദ്ദേശം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ CDS ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി അതുകൊണ്ട് അപകടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ഈ തരത്തിൽ ഒരു മിഡിൽ ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നുണ്ട്. ഈ മധ്യവർഗക്കാരൻ്റെ ഒരു സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത് ഒരു 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 പ്രത്യേകമായിട്ടുള്ളൊരു അവസ്ഥയാണത്. അപ്പോൾ അവിടെ എല്ലായിടവും ഉണ്ട്. എന്നിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് ഈ മാസ്ക് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തിരസ്കരിച്ചിട്ടുണ്ട്. അവിടെ എങ്ങും ഇന്ത്യയിൽ ആളുകൾ മരണപ്പെടുന്നത് പോലെ മരണപ്പെടുന്നില്ല. ഇന്ത്യയെ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ തന്നെ 88% പേര് മാസ്ക് ധരിക്കുന്ന ഇന്ത്യയുടെ ഡെത്ത് റേറ്റാണ്, ഈ രോഗബാധയുടെ റേറ്റാണ് ലോകത്തിലെ ഏറ്റവും മുന്തിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഇതൊന്നും ധരിക്കാത്ത ഈ രാജ്യങ്ങളിൽ അങ്ങനെ പറയത്തക്ക ഈ അണുബാധയും മരണവും സംഭവിക്കുന്നില്ല. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കൂടാതെ
ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്മുടെ ഈ RT-PCR ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഇന്നലെ RT-PCRനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ബ്രീഫ് ചെയ്യാൻ വിട്ടുപോയ അത് ഒന്ന് ചുരുക്കി പറയാൻ കഴിയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. അതിൽ അവർ ഉന്നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ RT-PCR ആണ് ഇതിൻ്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അല്ലെ, ഹൗ ഡു യു റിലേറ്റ് RT-PCR വിത്ത് കൊറോണ വൈറസ്? സയൻറ്റിഫിക്കലായിട്ട് RT-PCR എന്ന് പറയുന്ന ഈ പ്രത്യേക ടെസ്റ്റിന് കൊറോണ വൈറസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഈ ആർഗ്യുമെൻറ്റ് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രത്യേക വൈറസിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വൈറസുകളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ HIV ആയിട്ട് ബന്ധപ്പെട്ട ആ കുലത്തിൽ വരുന്ന ഒരുപാട് വൈറസുകളുണ്ട്. അതെല്ലാം ചെയ്യുന്നതിന് RT-PCR പ്രയോജനപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ TBക്കൊക്കെ ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റ് മറ്റു പലതിനും നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. പക്ഷേ എല്ലാ രോഗങ്ങൾക്കും ഒരു ടെസ്റ്റ് കൊണ്ട് നമുക്കതിൻ്റെ വൈറസിനെ കണ്ടെത്താൻ പറ്റുകയില്ല. അപ്പോൾ ഈ രോഗത്തിൻ്റെ വൈറസിനെ കണ്ടെത്താൻ ഏറ്റവും സാമർഥ്യമുള്ള ടെസ്റ്റ് RT-PCR ആണ്. അല്ലെങ്കിൽ RT-PCR ടെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ വൈറസിനെ കണ്ടെത്താൻ, കൊറോണ വൈറസിനെ കണ്ടെത്താൻ പറ്റും എന്നുള്ള ഈ വാദത്തിന് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹ്യൂമൻ സാമ്പിൾ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ വൈറസിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു രൂപം കിട്ടിയെന്നിരിക്കും, ഏത് തരത്തിലുള്ള വൈറസാണെന്നുള്ളത്. പക്ഷേ ഈ RT-PCRന് അങ്ങനെ ഹ്യൂമൻ സാമ്പിൾ കൾച്ചർ ചെയ്താൽ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല, ഒരു റിസൾട്ട് കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അവരുടെ വാദം എന്ന് പറയുന്നത്. ഒരു വാദം നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഇത് നമ്മളെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സ് മാത്രം പറയുകയാണ്. RT-PCRനെ സംബന്ധിച്ചിടത്തോളം RT-PCR ഈ കൊറോണ വൈറസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. ആരോ പറഞ്ഞു RT-PCR എന്ന് പറയുന്ന ഗംഭീരമായൊരു ടെസ്റ്റാണ്, അതിലിങ്ങനെയൊക്കെ ചെയ്താൽ RNAയുടെ സ്ട്രാൻഡ് കിട്ടും, സ്ട്രാൻഡ് കിട്ടിയാൽ നമ്മൾ അതിനെ DNA ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം, പിന്നെ വീണ്ടും വീണ്ടും ആംപ്ലിഫൈ ചെയ്യണം. കുറേ അധികം ആംപ്ലിഫിക്കേഷൻസ് നടന്നതിന് ശേഷം അതിനെ പല സൈക്കിൾസിലൂടെ കടത്തിക്കൊണ്ടുപോകണം. പല സൈക്കിൾസിലൂടെ കടത്തിക്കൊണ്ടുപോയതിന് ശേഷം അതിലൊരു ഫ്ലൂറസൻസ് കൊടുക്കണം. ഫ്ലൂറസൻസ് കൊടുത്തിട്ട് അതിനൊരു ഡൈവ് എടുക്കണം. ഡൈവ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഒരു സ്റ്റേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് എത്രത്തോളം ഇത് കൊറോണ വൈറസ് ആണ്, നിങ്ങൾ കൊറോണ വൈറസ് ആണെങ്കിലല്ലേ ഈ ഡൈ നോക്കിയിട്ട് ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റൂ. കൊറോണ വൈറസിന് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതിന് പറ്റിയ ടെസ്റ്റാണ് PCR എന്നുള്ള വാദം നമ്മൾ വേണ്ട പോലെ ശാസ്ത്രീയമായി പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ടോം ജെഫേഴ്സൺ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ചോദിക്കുന്നത്. അത് പറയുന്നതിന് കാരണം ഹ്യൂമൻ സാമ്പിൾ കൾച്ചർ ചെയ്താലേ ഒരുപക്ഷെ നമുക്കത് കിട്ടൂ. അപ്പോൾ ആക്യുറസി എന്നുള്ളതാണ് അത്. പിന്നീട് അവർ പറയുന്ന കാര്യം, ഒരു വൈറസിനെ നിങ്ങൾ കണ്ടെത്തി എന്നുള്ളത് കൊണ്ടല്ല, ഈ വൈറസിന് ഇൻഫെക്ഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ഗുണവിശേഷം ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആളുകളിൽ ഹ്യൂമൻ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ പറയുന്ന ഈ പറഞ്ഞ സ്പൈക്ഡ് കൊറോണ വൈറസിന് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് നമ്മുടെ ഹ്യൂമൻ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അയാളുടെ വാദം. അപ്പോൾ അത് എവിടെയാണ് നിങ്ങൾ തെളിയിച്ചത്? നിങ്ങൾ നിങ്ങൾ പറയില്ല, നിങ്ങൾ ആകെ പറഞ്ഞില്ല എന്താണ്, ചൈനയിൽ നിന്ന് കിട്ടിയൊരു വാർത്ത മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ചൈനയിൽ നിന്ന് കിട്ടിയൊരു വാർത്ത മാത്രമാണ് നമ്മുടെ ഹ്യൂമൻ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ ഈ ഒരു തരം
വൈറസ് ഉണ്ടെന്നും ആ വൈറസ് അവർ ട്രേസ് ചെയ്തപ്പോൾ അത് കൊറോണ വൈറസ് ആണെന്നും അവർ പറയുന്നു. അവർ പറയുന്നതനുസരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവർ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഈ മിലിറ്ററി ഗെയിംസിന് പോയിരുന്ന പട്ടാളക്കാർക്ക് ഈ രോഗം ബാധിച്ചിരുന്നു. ഇവർ പരിശോധിച്ചപ്പോൾ ഇവരുടെ എക്സ്ട്രാക്ഷനിലൂടെ കണ്ടെത്തിയത് ഈ വൈറസാണ്. ഈ വൈറസിന് ഇങ്ങനെ രോഗം കൊടുക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നുണ്ട്. ചൈനയിൽ 3000 പേര് മരിച്ചത് ഈ നമ്മൾ പറയുന്ന ഈ കൊറോണ വൈറസ് കൊണ്ടാണെന്നോ കൊറോണ വൈറസിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ് കൊണ്ടാണെന്നോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലാബിലൂടെ സയൻറ്റിഫിക് ലാബിലൂടെ കഴിഞ്ഞിട്ടില്ല. അതൊരു കാര്യം. പിന്നെ RT-PCR ഇതിനെന്തുമാത്രം സമർത്ഥമാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. പിന്നീട് അവർ പറയുന്നത്, നിങ്ങളിപ്പോൾ RT-PCR നടത്തുമ്പോൾ ഞാനും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു വൈറൽ ലോഡ്, ഒരു വൈറസ് അതിൻ്റെ ലോഡ് എത്ര ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ RT-PCR ടെസ്റ്റുകളിൽ കാണുന്ന ഈ പ്രത്യേകതരം വൈറസിൻ്റെ ആ വൈറൽ ലോഡ് നമ്മൾ PCR നമ്മൾ എത്ര ചെയ്താലും ആ വൈറൽ ലോഡിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷ്യസ്നെസ്സിന് വേണ്ടി വരുന്ന വൈറൽ ലോഡിനേക്കാളും വളരെ താഴെയാണ്. അത്രയും വൈറൽ ലോഡുള്ള ഒരു വൈറസിന് നമ്മളിപ്പോൾ പറയില്ല, ഒരു RNA നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈറൽ ലോഡ് നമ്മൾ കണ്ടെത്തുകയാണ്. അത്രയും വൈറൽ ലോഡുള്ള, അത്രയും താണ ലെവലിലുള്ള വൈറൽ ലോഡുള്ള ഒരു വൈറസിന് ഒരു കാരണവശാലും മനുഷ്യകോശത്തെ ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഇൻഫെക്ഷൻ. നമ്മൾ RT-PCR കൂടി ചെയ്തെടുക്കുന്ന ഈ ഇൻഫെക്ഷൻ റിസൾട്ട്സ് ആർ നോട്ട് ഡിപ്പെൻഡബിൾ എന്നാണ് ഞാൻ ഇന്നലെ വായിച്ച അതിലൊന്ന് വരുന്നത്. ഇതുമൊക്കെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളാണ്. ആകെ ശാസ്ത്രം അറിയാവുന്നത് ഇവിടെ ഈ പറഞ്ഞതുപോലെ ജോൺ ബ്രിട്ടാസിനും പിന്നെ ഇക്ബാൽ ഡോക്ടർക്കും അഷീലിനും മാത്രമേ ശാസ്ത്രം അറിയാവൂ, വേറെ ആർക്കും ശാസ്ത്രം അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ തർക്കം ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇവരൊക്കെ വളരെ പ്രഗത്ഭന്മാരായ ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷനുള്ള ശാസ്ത്രജ്ഞന്മാർ, അവരുടെ അതിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. എപ്പിഡമോളജിസ്റ്റുകളാണ്, ആ തരത്തിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നവരാണ്, പല ഫൈൻഡിങ്സ് നടത്തിയിട്ടുള്ളവരാണ്, അവിടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുള്ളവരാണ്. അവരിതിനെ നിഷ്കൃഷ്ടമായി ഇതിൻ്റെ പറഞ്ഞില്ലേ, ഇപ്പോൾ 1 വർഷം ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു വൈറസിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടെസ്റ്റുകളെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ആൻറ്റിജനും ആൻറ്റിബഡീസും ഒക്കെ യൂസ്ലെസ് ആണെന്ന് ഇവിടുത്തെ ICMR പോലും വിധി എഴുതിയതാണ്. യൂസ്ലെസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കണ്ടെത്താൻ പറ്റില്ല, അത് ക്ലിനിക്കലായിട്ടുള്ള ആവശ്യത്തിന് ഉപയോഗിക്കരുത് എന്ന് CDCയും പറഞ്ഞു. അവസാനം ICMR ആൻറ്റിബഡി കച്ചവടം നടത്തിയിട്ട് അവസാനം അടിയും പിടിയൊക്കെ ആയി. അത് നമുക്കറിയാം. ഇതൊക്കെ വസ്തുതകളാണ്. ഈ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഇന്നും 1.5 ലക്ഷം പേരെ ടെസ്റ്റ് നടത്തും എന്ന് പറയുന്ന ഒരു അഹന്തയ്ക്ക് നിങ്ങൾ വസ്തുതകൾക്ക് വസ്തുതകൾ കൊണ്ട് മറുപടി പറയാൻ തയ്യാറാണ്. ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാൻ കാണുന്ന ചില ഫൈൻഡിങ്സാണ്. അപ്പോൾ ആ ഫൈൻഡിങ്സിനെ കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അല്ല എന്ന് സമർത്ഥിക്കാൻ ശേഷിയുള്ള മറ്റൊരു ശാസ്ത്രകാരനെ നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാകും. പക്ഷെ നിങ്ങളുടെ പക്ഷത്ത് അങ്ങനെ ഒരാളില്ല. നിങ്ങൾ CDCയിൽ നിന്ന് അങ്ങനെ ഒരു ശാസ്ത്രജ്ഞനെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായ ആൻ്റണി ഫോസി അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ട്? ഇറ്റലിയുടെ ഇറ്റലി ഉണ്ടായപ്പോഴത്തേക്ക് ഇറ്റലിയിൽ അവിടെ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് അങ്ങനെയാകാം ഇങ്ങനെയാകാം, ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു വ്യക്തതയും ഇല്ല. വ്യക്തത ഉണ്ടെന്ന് ആരും പറയുന്നില്ല. പല വട്ടം നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ 1 വർഷമായിട്ട് നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന് അങ്ങനെ ഒരു അടിത്തറ ഇല്ലെന്നും അടിസ്ഥാനമില്ല എന്നും വ്യക്തമാക്കി കഴിഞ്ഞവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് വസ്തുതകൾ കൊണ്ട് നേരിടണം. കാണിക്കുന്ന വസ്തുതകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിച്ച വസ്തുതകളെല്ലാം പെശകാണെങ്കിൽ അത് പെശകാണെന്ന് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് അതിനെ ഖണ്ഡിക്കുക. അത് ഖണ്ഡിച്ചാൽ എനിക്ക് പിണറായി വിജയനോട് എനിക്ക് ബഹുമാനം ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്നെ ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ട്. അല്ല, ഇതിൻ്റെ എവിഡൻസ് ബേസ് എല്ലാം ദുർബലമാണെന്ന് എല്ലാവരും ഏകകണ്ഠമായി പറയുകയാണ്. ബയസ്ഡ് ആണെന്ന് പറയുമ്പോൾ മുൻവിധി എന്ന് മാത്രമല്ല അതിനർത്ഥം, അതിനകത്ത് താല്പര്യങ്ങളുണ്ട് എന്നും കൂടെ അർത്ഥമുണ്ട്.
ബയസ്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപകടകരമായ തരത്തിൽ ബയസ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് താല്പര്യങ്ങളുണ്ട് എന്ന് കുറേയധികം ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്. അത് മുൻവിധിയോടെ, ഇപ്പോൾ ബയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി നമ്മൾ ഒരു ധാരണയിലെത്തിയിട്ട് ചെയ്യുന്നതിന് നമ്മൾ ബയസ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഒരു നിലപാട് മുൻകൂട്ടി സ്വീകരിച്ചിട്ട് അത് തന്നെ ശരിയെന്ന് പറയുന്നതിന് നമ്മൾ ബയസ്ഡ് എന്ന് പറയാം, ബയസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ അതിന് താല്പര്യങ്ങൾ എന്നുള്ള അർത്ഥം കൂടെ നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടാക്കി അത് അതിനേക്കാളും അപകടകരമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഞാൻ പറയാൻ ആളുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടർ പറയുമ്പോൾ, നമ്മുടെ രാജ്യത്ത് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൻ്റെ പറഞ്ഞില്ലേ ഒരു റിജോയിൻഡർ കൊടുക്കാൻ ശേഷിയുള്ള ആരെങ്കിലും കണ്ടോ? ഞാൻ മേയോ ക്ലിനിക്കിൻ്റെ മുഴുവൻ സാധനം എടുത്ത് വായിച്ചു നോക്കി. ഈ കാര്യങ്ങൾ അവർ ടച്ച് ചെയ്യുന്നതില്ല, ഈ ആർഗ്യുമെൻറ്റ്സിനെ അവർ ടച്ച് ചെയ്യുന്നതില്ല. അവർ പറയുന്നത് ഈ ടെസ്റ്റ് നടത്തുന്നു, ആൻറ്റിബോഡീസ് ടെസ്റ്റ് ഉണ്ട്, ട്രൂനാറ്റ് ടെസ്റ്റ് ഉണ്ട്, മറ്റ് ടെസ്റ്റ് ഉണ്ട്. അത് കാണുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കിട്ടും. അതുകൊണ്ട് ഉത്തരമാകുന്നില്ല. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ഈ ഉത്തരവെന്ന് പറയുന്നതും ഇതിൻ്റെ ടെസ്റ്റ് ആക്യുറസി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അതായത് ഇൻഫെക്ഷ്യസ് ആണോ എന്നുള്ളിടത്താണ് ടെസ്റ്റ് ആക്യുറസി വരുന്നതെന്ന് ഒരു ശാസ്ത്രജ്ഞൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോട്ട് ദി മിയർ പ്രസൻസ് ഓഫ് എ വൈറൽ എലിമെൻറ്റ്. ഒരു വൈറൽ എലിമെൻറ്റ് നിങ്ങളുടെ ശരീരത്തുണ്ട്. എൻ്റെ ശരീരം ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് വൈറൽ എലിമെൻറ്റ്സ് എൻ്റെ ശരീരത്തുണ്ടാകും. പക്ഷേ ഈ വൈറൽ എലിമെൻറ്റ്, നിങ്ങൾ ട്രേസ് ചെയ്തെടുത്ത വൈറൽ എലിമെൻറ്റ് ഇൻഫെക്ഷ്യസ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടത്താണ് റിസൾട്ടിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത്, റിസൾട്ടിന് കൃത്യത ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് മനുഷ്യകോശങ്ങളിൽ ഇത് ഇൻഫെക്ഷ്യസ് ആയി മാറുന്നു എന്ന് തെളിയിക്കുന്ന ഒരു പ്രമാണം നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുമോ? ഒരു സാക്ഷ്യം, ഒരു എവിഡൻസ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എവിഡൻസ് ബേസ് വീക്കാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് നമ്മൾ പരിഗണിക്കണ്ടേ? മനുഷ്യൻ്റെ ജീവനുമായിട്ട് ബന്ധപ്പെടുന്ന, നമ്മുടെ സമൂഹത്തിൻ്റെ സ്വാസ്ഥ്യമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളില്ലേ. നമ്മളും US തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളും പൊളിറ്റിക്കൽ റിലേഷൻസും നമ്മൾ അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെന്ന്, അവർ കാശ് കടം തന്നിട്ട് ഇത് ഇവിടെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നുവെന്നും, അത് നരേന്ദ്രമോദി കൈകൊട്ടി വാങ്ങി എത്രയോ $1 ബില്യൺ വാങ്ങിയെന്നും CDC നേരിട്ട് കൊണ്ടുവന്ന കാശാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അത് നമ്മളെ തിന്നാനാണോ വളർത്താനാണോ കൊല്ലാനാണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അതാ പറഞ്ഞ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ തള്ളിക്കളയല്ല വേണ്ടത്. പിന്നെ വേറെ ഒരു വാചകം ഞാൻ വായിക്കാം. അതായത് ഈ ഏപ്രിൽ 20, കഴിഞ്ഞ ഏപ്രിൽ 20 കഴിഞ്ഞ ഏപ്രിൽ 20 വന്നതാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ്ഡ് 12,480 റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റ്സ്. ഈ റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റ്സ് വാങ്ങിച്ചതിന് ശേഷമുള്ള അനുഭവം നമുക്കറിയാമല്ലോ. 5 കോടിയോടുള്ള റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റ്സ് വാങ്ങിച്ചിട്ട് അവസാനം ഇത് കൊള്ളില്ല എന്നും പറഞ്ഞ് പശുവിന് തിന്നാൻ കൊടുത്ത കഥ ഇവിടെ ഉണ്ട്. മനോരമ പത്രവും ഇതും കൂടെ ഒന്നിച്ചാണ് തിന്നാൻ കൊടുത്തത് എന്നാണ് പറയുന്നത്. ICMR ആൻഡ് അനദർ 1 lakh ടെസ്റ്റിംഗ് കിറ്റ്സ്, ദി ഓർഡർ ഫോർ വിച്ച് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് പ്ലേസ്ഡ്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ICMR 12,480 ടെസ്റ്റ് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് 1,00,000 കിറ്റ്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ്? ഏപ്രിൽ 20. ആർക്കാണ് ഓർഡർ കൊടുക്കുന്നത് അതും കൂടി പറയുന്നുണ്ട്. ആർക്കാണ്? ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ്. CTK Biotech, എ US based ഫേം. അങ്ങനെ ഒരു US based ഫേമിൽ നിന്ന് 1,00,000 ടെസ്റ്റിംഗ് കിറ്റ്സിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവർ 12,480 ടെസ്റ്റിംഗ് കിറ്റ്സ് തരാമെന്ന് പറഞ്ഞു. അതേപോലെ റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റ്സാണ്, യാതൊരു പ്രയോജനമില്ലാത്ത ടെസ്റ്റിംഗ് കിറ്റ്സാണത്. RT-PCR പോലും അല്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ചൈനക്കാർ തന്ന് മുഴുവനെടുത്ത് പുറത്തെറിഞ്ഞതാണ് നമ്മൾ. ചൈനക്കാർ ആദ്യം കൊണ്ടുവന്ന റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് മുഴുവനും. അപ്പോൾ അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ഈ പറയുന്ന CTK Biotech US based ഫേമിന്
എല്ലാം യു എസ് ബേസ്ഡ് ആണ്. ആഴക്കടൽ ബന്ധനം ഇത് വരുമ്പോഴും യു എസ് ബേസ്ഡ് ആണ്, സ്പ്രിംഗ്ലർ വരുമ്പോഴും യു എസ് ബേസ്ഡ് ആണ്, എല്ലാം വരുമ്പോഴും യു എസ് ബേസ്ഡ് ആണ്. യു എസിൻ്റെ ആകാശത്തിലാണ് അല്ലെങ്കിൽ അവിടെയാണ് ഇത് ഇരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും ഭൂമിയിലാണ് ഇതിൻ്റെ റിസർച്ച് നടക്കുന്നത്. അപ്പോൾ യു എസ് ബേസ്ഡ് ഫേം CTK ബയോടെക് എന്ന് പറയുന്ന ഇത് ഏപ്രിൽ 20 ഇവർ അത്രയും 1,00,000 ടെസ്റ്റ് കിറ്റ്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആക്രാന്തം കാണിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ഇവർ നേരിട്ട് ഓർഡർ കൊടുത്ത് പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി ആവശ്യമില്ലാത്തതും RT-PCR ഒക്കെ വാങ്ങുന്നത് ഒരു ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥയായതുകൊണ്ട് വാങ്ങുന്നതാണെന്ന് പറയാം. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഏപ്രിൽ 20 ആകുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്പ്യൂട്ട് ആവുന്നുണ്ട്. ആൻറ്റിജനെ പറ്റിയൊക്കെ ആൻറ്റിജൻ വേണ്ട, ആൻറ്റിബോഡീസ് വേണ്ട എന്നൊക്കെയുള്ള ഡിസ്പ്യൂട്ട് ആവുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ 20 1,00,000 ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൂടാതെ 24 ഏപ്രിൽ 2002 നമ്മളിത് കൂടാതെ 2 lakhs റാപ്പിഡ് കിറ്റ്സ് വാങ്ങുമെന്ന് വീണ്ടും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ ഇത്രയും കാര്യം കൂടെ പറയുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് സമയമൊക്കെ ഈ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ കൂടുതലായതുകൊണ്ട് ഞാൻ ഈ കാര്യം ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ബിസിനസ് ടുഡേയിൽ വന്ന ഒരു റിപ്പോർട്ട്, ടുഡേ ഹൗ സം എലിമെൻറ്റ്സ് ആർ ഇഷ്യൂയിങ് അതായത് ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്ന ഒരു റിപ്പോർട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹൗ സം എലിമെൻറ്റ്സ് ആർ ഇഷ്യൂയിങ് ഫാൾസ് കോവിഡ് ടെസ്റ്റ് ഇൻ ഗവൺമെൻറ് റൺ ഹോസ്പിറ്റൽസ്. ഗവൺമെൻറ് റൺ ഹോസ്പിറ്റൽസിൽ ഫാൾസ് കോവിഡ് റിസൾട്ട്സ് കൊടുക്കുകയാണ്. ലാബ് ടെക്നീഷ്യൻസ് ഇഷ്യൂ ബോഗസ് കോവിഡ് റിപ്പോർട്ട്സ് വിത്തൗട്ട് കണ്ടക്റ്റിംഗ് ദി ലാബ് എക്സാമിനേഷൻ. നമ്മുടെ റിസൾട്ട് വരുമ്പോൾ ഈ 1,41,000 റിസൾട്ട് വരില്ലേ? റിസൾട്ട് വരുമ്പോഴത്തേക്ക് അത് ഈ ലാബ് ടെക്നീഷ്യൻസ് ഈ ടെസ്റ്റ് പോലും നടത്താതെ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മാത്രമല്ല, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണ് ഈ ഫാൾസ് കോവിഡ് റിസൾട്ട്സ് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഉൾപ്പെടെ ലാബ് ടെക്നീഷ്യൻസ് ഇഷ്യൂ ബോഗസ് കോവിഡ് റിപ്പോർട്ട്സ് വിത്തൗട്ട് കണ്ടക്റ്റിംഗ് ദി ലാബ് എക്സാംസ്. അപ്പോൾ ഇത് ബിസിനസ് ടുഡേ മെയ് 5 കൊടുത്ത റിപ്പോർട്ടാണ്. മെയ് 5 കൊടുത്ത റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഫേക്ക് റിപ്പോർട്ട്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ 1,30,000 ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ എത്ര ബോഗസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അങ്ങനെ ചെയ്തുകൂടാന്നുണ്ടോ? അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇതിൽ എത്ര എണ്ണം ബോഗസാണ്, ഇത്ര എണ്ണം ജെനുവിനാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ കഴിയുമോ? ഇവിടെ ഇത് നടക്കുന്നു, ഈ കച്ചവടം നടക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത ബിസിനസ് ടുഡേ മെയ് 5 ഉള്ള റിപ്പോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് അത് നേരത്തെയുള്ള കേസാണ്. മാസീവ് 145% പ്രോഫിറ്റിയറിംഗ് എക്സ്പോസ്ഡ് ഇൻ കൊറോണ വൈറസ് റാപ്പിഡ് ടെസ്റ്റ് സോൾഡ് ടു ICMR. ICMRന് വിറ്റ ഈ റാപ്പിഡ് ടെസ്റ്റിൽ 145% പ്രോഫിറ്റിയറിംഗ് ഉണ്ടായിരുന്നു. 145%. വിലയും കഴിഞ്ഞ് 45% കൂടി ലാഭം. അതായപ്പോൾ 1,000 രൂപയാണ് നിങ്ങളിപ്പോൾ ഒരു ടെസ്റ്റിന് കൊടുക്കുന്ന വിലയെങ്കിൽ അതുകൂടാതെ 1,450 രൂപ അതിൻ്റെ ലാഭം. അപ്പോൾ ആ വിലയിൽ തന്നെ നമ്മൾ നോക്കുക. അപ്പോൾ 1,450 രൂപ ലാഭം, 1,000 രൂപ വില. ഈ തരത്തിലാണ് ICMR ഈ കിറ്റ് ഇവിടെ വാങ്ങുന്നത്. ആ കിറ്റ് വാങ്ങിയിട്ടാണ് കേരള ഗവൺമെൻറ് ICMR നേരത്തെ കുറച്ച് പറഞ്ഞില്ലേ, 12,000 എത്രയോ കിറ്റ് കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇങ്ങോട്ട് വാങ്ങുന്നത്. വെറുതെ നമുക്കിങ്ങോട്ട് തരികയാണ്. സെൻട്രൽ ഗവൺമെൻറ് കാശായാലും ശരി തന്നെ, സ്റ്റേറ്റ് ഗവൺമെൻറ് കാശായാലും തന്നെ 145% ലാഭം.
ഈ ടെസ്റ്റ് വ്യവസായത്തിലെ ലാഭത്തിൻ്റെ റേറ്റാണ്. അതുകൊണ്ട് ഒരു ദിവസം പറഞ്ഞില്ലേ, ഒരു ലാബ് ടെസ്റ്റ് കൂടാതെ തന്നെ റിസൾട്ട് കൊടുക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉള്ള ഇന്ത്യയിലെ ഈ കൊച്ചു കേരളത്തിൽ 1,41,000 ടെസ്റ്റ് നടത്തുമ്പോൾ അതിൽ ഈ 145% ലാഭം എന്ന് പറയുന്ന ഇടനിലക്കാരൻ്റെ ലാഭം ആരാണ് അടിച്ചു മാറ്റുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഇപ്പം എനിക്കറിയാം, ഇപ്പം പിണറായി വിജയൻ ഈ ദിവസം 37,000 പേര് രോഗികളായിട്ട് പ്രഖ്യാപിക്കുന്നതും ഈ 1,50,000 ടെസ്റ്റ് നടത്തുന്നതും അത് ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുവാൻ വേണ്ടിയുള്ള മണ്ടനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ബുദ്ധിമാനാണ്, തന്ത്രശാലിയാണ്, കൗശലക്കാരനാണ്. പക്ഷേ അദ്ദേഹം ഈ 145% വരെ പ്രോഫിറ്റ് ചെയ്യാൻ, അത് പിന്നെ കോടതി പിടികൂടിയിട്ട് ICMRനെയൊക്കെ റിപ്രമാൻഡ് ചെയ്ത് അത് ആകെ പ്രശ്നമായതാണ് ഈ 145% ലാഭം എന്ന് പറഞ്ഞ്. അതാണ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു ടെസ്റ്റിന് 1,750 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 500 രൂപയ്ക്ക് ആയിക്കൂടെ എന്ന് ഗവൺമെൻറ് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സിഡി വേണമെന്ന് പറയും. ഇവിടെയൊക്കെ ചില കണക്കുകളുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവനേക്കാളും വളരെ പ്രധാനമാണ് ഈ ലാഭം. അപ്പോൾ കൊലപാതകം ഒരു ലാഭ വ്യവസായമാണ് എന്നുള്ള ഒരു അപൂർവമായ ദർശനത്തിൻ്റെ കാലഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ദിനം പ്രതി 1,50,000 ടെസ്റ്റ് നടത്തുമ്പോൾ ഈ 1,50,000 ടെസ്റ്റിൽ എത്ര എണ്ണം ടെസ്റ്റ് നടത്തിയുള്ള റിപ്പോർട്ടാണ്, എത്ര എണ്ണം ടെസ്റ്റ് നടത്താതെയുള്ള റിപ്പോർട്ടാണ്, ആ നടത്തിയതിന് തന്നെ അപൂർണതകൾ എത്ര മാത്രമുണ്ട്, ടെസ്റ്റ് നടത്താൻ ശേഷിയുള്ള ലാബുകൾ എത്രയുണ്ട്, കണക്ക് പറയുമോ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിക്ക് കണക്ക് പറയാനാവില്ല. മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ ഒരു പിടുത്തമില്ല. മുഖ്യമന്ത്രിക്കല്ല, ലോകത്തൊരാൾക്കും കഴിയില്ല. കേരളത്തിൽ ദിവസം 1,50,000 ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെയൊക്കെ അതിനൊരു ഇൻസ്പെക്ഷൻ ആളിനെ വിടാൻ പറ്റും. അവിടെ പോയി പരിശോധിച്ചിട്ട് കാര്യങ്ങൾ ശരിയായിട്ടാണ് നടക്കുന്നത്, ഇവ എഴുതി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈ ടെസ്റ്റ് നടത്തിയിട്ടാണോ ഇല്ലയോ. എനിക്കറിയാം, പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ കുറേ കഴിയുമ്പോഴത്തേക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും. അത് അവിടെ ടെസ്റ്റ് നടത്തണമെന്നൊന്നുമില്ല. അതെങ്ങനെയാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് എഴുതുന്നതിൻ്റെ ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ച് അവർ എഴുതി തരും. അത് തന്നെയാണ് മറ്റ് ലാബുകളിൽ പല രോഗങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ തെറ്റിൻ്റെ ആഴം നിങ്ങളറിയുന്നില്ല. ഇതൊരു സമൂഹത്തോട് ചെയ്യാൻ കഴിയാത്തതാണ്. നിങ്ങൾ വലിയ ഗമയിൽ ഇന്നും വൈകുന്നേരം തുറന്ന് ഒരു 1,40,000 അല്ല 50,000 പേരെ പരിശോധിച്ചു. അതിൽ 37,000, 38,000, 39,000 പേര് രോഗികളായിട്ട് കണ്ടെത്തി. അവരൊക്കെ മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ട് മാത്രമാണ് അവരൊക്കെ മരിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ജയിപ്പിച്ചു കൊള്ളുവിൻ എന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രത്യക്ഷപ്പെടാൻ അതിനുവേണ്ടി മാത്രം മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഈ മുഖ്യമന്ത്രിയോട് നിങ്ങൾ എത്ര കാലം ഈ അനാവശ്യം, ഈ ക്രൂരമായ വിനോദം, മനുഷ്യന് സഹനീയമല്ലാത്ത, മനുഷ്യ സംസ്കാരത്തിന് യാതൊരു കാരണവശാലും ഉൾക്കൊള്ളാനാവാത്ത ഈ നികൃഷ്ടവും നീചവുമായ കൃത്യം എത്ര കാലം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നോ അത്ര കാലം എനിക്ക് നാവ് പൊങ്ങുമെങ്കിൽ എൻ്റെ അവസാനത്തുള്ളി ശ്വാസവും അവസാനത്തുള്ളി രക്തവും ഉണ്ടാകുന്നത് വരെ ഞാൻ ആദ്യമായും അവസാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി തന്നെ ആവും. ദിവസവും ഞാൻ ഡോക്യുമെൻറ്റ്സ് വെച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളെപ്പോലെ വന്നിട്ട് ഇന്നത്തെ കണക്കുകൾ ഇതാകുന്നു, മൊത്തം ടെസ്റ്റുകളുടെ എണ്ണം 1,45,000, അതിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവർ 37,000. ഇനി ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇത്ര 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 ഇത്ര. ഇങ്ങനെ പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും പറഞ്ഞില്ലേ, നിങ്ങൾ
എവിടെ ഏതെല്ലാം തരത്തിൽ എങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെയാണ് നടത്തിയതെന്ന് യു ഷുഡ് ബി കൺവിൻസ്ഡ് ഓഫ് ദാറ്റ്. അതല്ലെങ്കിൽ യു ആർ നോട്ട് സപ്പോസ് ടു ബി ദി ചീഫ് മിനിസ്റ്റർ. ഇപ്പം അല്ലെങ്കിൽ പോലും ഒരു കാലത്തും നിങ്ങളൊരു ചീഫ് മിനിസ്റ്റർ ആകാൻ യോഗ്യതയുള്ള ആളല്ല, ഒരു ഭരണകർത്താവാകാൻ യോഗ്യതയുള്ള ആളല്ല. ജനങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു മഹാരോഗം ഇവിടെ ഉണ്ടെന്ന് പറയുകയും അതിൻ്റെ പേരിൽ 2ഉം 3ഉം മാസ്ക് ധരിക്കണമെന്ന് ജനങ്ങളോട് കൽപ്പിക്കുകയും കടകൾ അടച്ചിടുകയും മനുഷ്യൻ്റെ ജീവിതത്തെ ബന്ധിക്കുകയും ചെയ്ത ഭരണാധികാരിയോട് ഞാൻ പറയുകയാണ്, നിങ്ങളത് പറയുന്നതിന് മുമ്പ്, ഇവിടെ വന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ അവകാശപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ടെസ്റ്റുകൾ അത് ശാസ്ത്രീയമായി കൃത്യതയുള്ളതാണോ, അതിൻ്റെ റിസൾട്ടുകൾ, അതായത് ടെസ്റ്റ് ആക്യുറസി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് നുള്ളിയെടുത്ത് ഈ ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കാണിച്ചു തരാവുന്ന ഒരു വിദഗ്ധനെ പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കാം. അതുപോലുമില്ലാതെ വന്ന് ഒരു ഓട്ടക്കണക്ക് പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ US കമ്പനിയിൽ നിന്ന് 1 ലക്ഷം ഈ ടെസ്റ്റുകൾ ഓർഡർ, ടെസ്റ്റാണോ ടെസ്റ്റ് കിറ്റ്സാണോ എന്ന് അറിഞ്ഞുകൂടാ, ടെസ്റ്റ് കിറ്റ്സ് ആകുമ്പോൾ അതിനേക്കാളും വരും. ഇത് അവരുടെ റിപ്പോർട്ടാണ്. ടെസ്റ്റായിട്ട് അങ്ങനെ ആരും വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെസ്റ്റ് കിറ്റ്സുകളായിട്ടാണ്. ഒരു ടെസ്റ്റ് കിറ്റ് ഇപ്പോൾ ഒരു PCR ടെസ്റ്റ് കിറ്റിൽ 48 ടെസ്റ്റിൻ്റെ സാധനങ്ങളുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 1 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ 1 ലക്ഷം ടെസ്റ്റ് കിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ തുകയാകും. അതിങ്ങനെ കണ്ടമാനം വാങ്ങിക്കൂട്ടി, നേരത്തെ വാങ്ങിക്കൂട്ടി എന്തുകൊണ്ടാണ് 145% വരെ ലാഭം ഇടനിലക്കാരന് കിട്ടുന്ന ഒരു സംഭവമാണത്. നമ്മൾ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാണ്. ഇതിൻ്റെ ഇടനിലക്കാരന് ഇപ്പോൾ ICMR വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടനിലക്കാരാണ്. ICR പറഞ്ഞില്ലേ, സൗത്ത് കൊറിയ കമ്പനി. ഇപ്പോൾ സൗത്ത് കൊറിയയിലെ 2 കമ്പനിയൊക്കെ മാത്രമേ ഇവിടെ ആദ്യത്തെ ഈ PCR ചെയ്യാനായിട്ട് അനുമതി കൊടുത്തിരുന്നുള്ളൂ. പിന്നെ ഇന്ത്യയിലുള്ളൊരു മൈലാബിന് മറ്റോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ കൊച്ചിയിലുള്ള ഒരു മഞ്ജു വർഗീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞ, അവരവകാശപ്പെടുന്നു അവർ വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ IIT നിഷ്കർഷിച്ച മാതൃകയിൽ PCR ടെസ്റ്റ് നടത്തി എല്ലാം കണ്ടുപിടിച്ച് കളയുമെന്ന് പറയണം. പക്ഷേ അവരങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ PCR ടെസ്റ്റ് ഈ നിങ്ങൾ പറയുന്ന കോവിഡ് വൈറസിനുള്ളതാണോ? ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇവരിത് പറയുമ്പോഴത്തേക്ക് ഇവർ കഴിഞ്ഞ വർഷം മാർച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരുടെ പറഞ്ഞത്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് PCR ടെസ്റ്റിൽ കൂടി കോവിഡിൻ്റെ വൈറസിനെ കാണാൻ പറ്റുന്നില്ല. അതിന് പുതിയ വൈറസ് ആയതുകൊണ്ടാണോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അത് പറയുമ്പോഴാണ് ആ ശാസ്ത്രജ്ഞന്മാർ ഈ കോവിഡ് വൈറസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണോ PCR-ൻ്റേത് എന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ടില്ല എന്നുള്ളത് വളരെ സംഗതമായി തീരുന്നത്. അപ്പോൾ അവർ പറയുന്നത് പാഴ്വാക്കല്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നത് ഇപ്പോഴാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഇത്ര ശതമാനം വിദേശത്ത് നിന്ന് വന്ന ഈ വൈറസുകളാണ്, മറ്റത് കാനഡയിൽ നിന്ന് കപ്പൽ വഴി വന്നതാണ്, ആഫ്രിക്കയിൽ നിന്ന് വിമാനം കയറി വന്നതാണെന്നൊക്കെ ഇരുന്നുകൊണ്ട് അസംബന്ധങ്ങളൊക്കെ ഒരു ഉത്തരവാദിത്വമുള്ള ഭരണാധികാരി പറയരുത്. ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ വെരിഫൈ ചെയ്യാതെ അങ്ങനെയൊന്നും അഭിപ്രായങ്ങൾ പറയരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് പറയേണ്ട കാര്യങ്ങളല്ല ഇത്. ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതിൽ അർത്ഥമുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് തന്നെ റിപ്പോർട്ട് വന്നു, നമ്മുടെ PCR ടെസ്റ്റ് കൊണ്ട് ഈ കോവിഡ് ഈ സ്ട്രാൻഡിനെ നമ്മൾ ഈ കണ്ടെത്തിയിരിക്കുന്ന കോവിഡ് സ്ട്രാൻഡാണോ എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. കോവിഡിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ആ കൊറോണയെ നമുക്ക് കണ്ടെത്താൻ പറ്റാത്തിടത്തോളം കാലം ഈ ടെസ്റ്റുകൾ നമ്മൾ എന്തിനാണ് വാരിക്കൂട്ടിയത് എന്നുള്ളതിനെപ്പറ്റി. ആൻറ്റിബഡീസിൻ്റെയൊക്കെ സയൻസ് വേറൊന്നാണ്, ആൻറ്റിജൻ്റെ ആൻറ്റിബഡീസിൻ്റെയൊക്കെ സയൻസ് വേറൊന്നാണ്. അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല എന്ന് അതിൻ്റെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. അത്രയും ഫേക്കാണ്, വരുന്നതെല്ലാം നമ്മൾ വലിച്ചെറിയുന്നുണ്ട്. അത് പോട്ടെ. പക്ഷേ ഇത് ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുകയും എന്നാൽ ലോകം ഒന്നിച്ചു നിന്ന് ഇത് ഗോൾഡൻ സ്റ്റാൻഡേർഡ് അല്ലെന്നും ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ടെസ്റ്റ് കിട്ടാത്തതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത് കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത്
ലോകത്താരും കേൾക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ പരുഷമായ പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഈ രാഷ്ട്രീയമായി നിങ്ങൾ കാട്ടിയ ആ തലതിരികേടിനോട് ഒരിക്കലും അത് പൊറുക്കാനാവില്ല, ചരിത്രത്തിന് പൊറുക്കാനല്ല. അതിൻ്റെ ഒരു ഒരു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉദ്ദേശം നിങ്ങളുണ്ട്. അത് നമ്മൾ തമ്മിലുള്ള ഒരു ഒരു നമ്മുടെ പൊതുവായി പങ്കുവെച്ച ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ്. പക്ഷേ അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ സൗമ്യമായ ഭാഷയിലാണ് പറയുന്നത്. നിങ്ങളത് നിർത്തണം. ഒരു കുറ്റസമ്മതം എന്ന് പറയുന്നത്, നിങ്ങൾ പലതിലും കുറ്റം സമ്മതിച്ചില്ലേ? നിങ്ങൾ സ്പ്രിംഗ്ലർ മുതൽ ആഴക്കടൽ മുതലുള്ള കേസുകളിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ കരാറുകളും അബദ്ധമാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിൻവാങ്ങിയില്ലേ? അതൊക്കെ ശിവശങ്കരൻ ചെയ്തതാണ്, അല്ലെങ്കിൽ സ്വപ്ന ചെയ്തതാണെന്ന് പറഞ്ഞ് നിങ്ങളതിൽ നിന്ന് തലയൂരിയില്ലേ? അതിനേക്കാളും വലിയ ക്രൈമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു കമ്പനിക്ക് ആഴക്കടലിൽ പിടിക്കാനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പത്തിൽ ആഴക്കടൽ അവർക്ക് വഴങ്ങി കൊടുക്കില്ല. അത് കടലാണ്. കേരളത്തിലെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ കടലാണ്. അതങ്ങനെ ഒരുത്തിനും വന്ന് എളുപ്പത്തിൽ കട്ടുകൊണ്ടുപോകാൻ പറ്റില്ല. ഓരോ M8നും വന്ന് കേരളത്തിൻ്റെ ഭൂമി കട്ടുകൊണ്ടുപോകാനൊക്കെയില്ല. അത് നിങ്ങൾ എന്ത് ചെയ്താലും നടക്കില്ല. അത് നിങ്ങൾ എഴുതി കൊടുത്താലും, എഴുതി കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇടനില ലാഭം ഉണ്ടാക്കിയാലും, അതിൻ്റെ ബലത്തിൽ നിങ്ങൾ BJPയുടെ പിന്തുണയോടുകൂടി നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രിയായി വന്നാലും ഒന്നും നമുക്കാർക്കും പരാതിയില്ല. പക്ഷെ അതിനേക്കാളൊക്കെ നീചവും ക്രൂരവും നികൃഷ്ടവുമായൊരു വിനോദമാണ് നിങ്ങൾ ഈ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ, ടെസ്റ്റിൻ്റെ വ്യാപനത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും നിങ്ങൾക്കൊരു കുറ്റസമ്മതമാകാം. മറ്റുള്ളതിൽ കുറ്റം സമ്മതിച്ചതുപോലെ ഞാൻ ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ചപ്പോൾ നമ്മൾ ധരിച്ചിരുന്നത് പോലെ അല്ല, ഇതിങ്ങനെ നടത്തേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഇത്രയധികം ടെസ്റ്റ് നടത്തിയിട്ടും ഇന്ത്യ 2ാം സ്ഥാനത്തെത്തിയിട്ടും ഇന്ത്യയിൽ ഇതിന് കുറവുണ്ടായിട്ടില്ല. അതുമല്ല, ഈ ടെസ്റ്റുകൾ, ഈ RT-PCR ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ളത് ഇതിനു വേണ്ടിയുള്ളതാണോ എന്നുള്ളത് ടെസ്റ്റ് ആക്യുറസിയെപ്പറ്റി നമുക്ക് വ്യക്തതയില്ലായ്മയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തൽക്കാലം കൂടുതൽ ടെസ്റ്റുകൾ വേണ്ട. അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞല്ലോ. അവർക്ക് കിട്ടിയത് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കിറ്റുകളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നമ്മൾ തൽക്കാലം ഇത് നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇതിന് ടെസ്റ്റ് ആക്യുറസി ബോധ്യപ്പെടാത്തത് കൊണ്ട് നിർത്തിവെക്കുന്നു എന്ന് പറയാനുള്ളൊരു സന്മനസ്സുണ്ടായിട്ട് ജനങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നു വിടുക. ഇതാണ് ഇപ്പോഴും പറയാനുള്ളത്.